ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായം മുതൽ പാലാഴി മദനം കഥ ആരംഭിച്ചു. കഴിഞ്ഞ 6-ാം അധ്യായത്തിൽ ദേവന്മാര് മഹാവിഷ്ണുവിനെ ചെന്ന് ശരണം പ്രാപിച്ച് സ്തുതിച്ചതും ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി ഈ പാലാഴി മദനം ചെയ്ത് അതിൽ നിന്ന് അമൃത് ലഭിച്ച് അത് സേവിച്ചു കഴിയുമ്പോൾ ദേവന്മാരുടെ നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടും എന്നുള്ളതായിട്ടുള്ള കാര്യം പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തതും അവര് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ള ക്രമത്തിൽ കാര്യങ്ങൾ ആരംഭിച്ചു. മന്ദരപർവ്വതത്തെ ആവേശത്തോടുകൂടി ചെന്ന് പുഴക്കിയെടുത്തുകൊണ്ടുവന്നു. പക്ഷെ വരുന്ന വഴിയിൽ തന്നെ അത് അവരുടെ കയ്യിൽ നിന്ന് വീണുപോയി. അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കുറെ പേർക്ക് അപകടം പറ്റി. ആ സമയത്ത് ഭഗവാൻ അവിടെ ഗരുഡവാഹനായി വന്നു. ഭഗവാൻ മന്ദരഗിരിയെ ഗരുഡന്റെ പുറത്ത് ഒരു കൈ കൊണ്ടെടുത്തു വെച്ചു. ഇടത് കൈ കൊണ്ടെടുത്തു വെച്ച് പാലാഴിയിലേക്ക് വന്ന് ദേവന്മാരും അസുരന്മാരും ഒക്കെ സന്തോഷത്തോടെ ഭഗവാനെ പിന്തുടർന്നു വന്നു. അങ്ങനെ പാലാഴിയിലേക്ക് ആ ഗിരിയെ ഇറക്കി വെച്ചു കൊടുത്തു എന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ശ്ലോകം വരെ കണ്ടത്. ഇനി അതിനെ തുടർന്ന് വാസുകിയെ കൊണ്ടുവരുന്നതും വാസുകിയെ കയറാക്കി ഉപയോഗിച്ചുകൊണ്ട് പാലാഴി മഥനം ആവേശത്തോടെ ആരംഭിക്കുന്നതും, പക്ഷെ അപ്പം തന്നെ വിഘ്നം ഉണ്ടാകുന്നു. മന്ദരപർവ്വതം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. ഈ സന്ദർഭത്തിലും ദേവന്മാരും അസുരന്മാരും നിരാശ ബാധിക്കുമ്പോൾ ഭഗവാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു കച്ചപമായി, ഒരു കൂർമ്മമായി ആ ഗിരിയുടെ അടിയിലേക്ക് ചെന്ന് ആ ഗിരിയെ ഉദ്ധരിക്കുന്നതായിട്ടുള്ള ആ ഒരു അത്ഭുത ലീലയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൂർമാവതാരം. അങ്ങനെ ഭഗവാന്റെ മുതുകത്ത് 1,00,000 യോജന വിസ്താരമേറിയ ഒരു ജംബൂ ദ്വീപ് പോലെയുള്ളതായിട്ടുള്ള വിശാലമേറിയതായിട്ടുള്ള ഭഗവാന്റെ ആ പുറന്തോടിന്റെ മേൽ ഈ മന്ദരപർവ്വതം ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുവായി ഭഗവാൻ അതൊരു ഭാരമായിട്ടേ തോന്നിയില്ല. മാത്രമല്ല ഭഗവാൻ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മുതുക് ചൊറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അതിന്റെ മഥനം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ഭഗവാന്റെ ആ മഹത്വം, അപ്രമേയത്വം വെളിവാക്കുന്നതായിട്ടുള്ള ലീലകൾ വർണ്ണിക്കുന്നതാണ് ഈ കൂർമാവതാര ഭാഗം. അത് കഴിഞ്ഞ് വീണ്ടും പാലാഴി മദനം തുടരുന്നു. ദേവന്മാരും അസുരന്മാരും വാസുകിയും ഒക്കെ ക്ഷീണിക്കുന്നു. ഭഗവാൻ തന്നെ അവരുടെ ഉള്ളില് വേണ്ടതായിട്ടുള്ള ശക്തിയായി, അവരുടെ സത്വമായി, ബലമായി, ആവേശമായി, മത്സരമായി എല്ലാം പ്രവേശിച്ച് അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ് ഭഗവാൻ തന്നെ സ്വയം ഇവരുടെ കടച്ചിലിന് വേഗത പോരാ, ശക്തി പോരാ എന്ന് തോന്നി ഭഗവാൻ തന്നെ മറ്റൊരു പർവ്വതം പോലെ വലിയൊരു ശരീരമായി നിന്നുകൊണ്ട് തന്റെ 2 വശത്തേക്ക് നീട്ടിയ അനേക കൈകളെ കൊണ്ട്
ആ വാസുകിയെ പിടിച്ചുകൊണ്ട് മഥനം ചെയ്യുന്ന ആ രംഗവും അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഭഗവാന്റെ ആ ശക്തമായിട്ടുള്ള കടച്ചിലിൽ കാളകൂടവിഷം വരുന്നതും ആ കാളകൂടവിഷം എല്ലാവരെയും ദഹിപ്പിക്കാനായി ജ്വലിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് ദേവന്മാരും അസുരന്മാരും പ്രാണനും കൊണ്ട് പലായനം ചെയ്യുന്നതും നേരെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ സ്തുതിക്കുന്നതും മഹാദേവനോട് ആ കാളകൂടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതും പിന്നീട് മഹാദേവൻ ആ കാളകൂടം ഭക്ഷിക്കുന്നതുമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും വായിക്കാം. വായിച്ചിട്ട് വിശദമായിട്ട് ഓരോ ശ്ലോകങ്ങളും കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ സപ്തമോऽധ്യായഃ. ശ്രീശുക ഉവാച തേ നാഗരാജമാമന്ത്ര്യ ഫലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമഭ്യം മുദാന്വിതാഃ. ആരേഭിരേ സുസംയത്താ അമൃതാർത്ഥം കുരുദ്വഃ. ഹരിഃ പുരസ്താജ്ജഗൃഹേ പൂർവം ദേവാസ്തതോ അഭവൻ. തന്നൈച്ഛൻ ദൈത്യപതയോ മഹാപുരുഷചേഷ്ടിതം ന ഗൃഹീമോ വയം പുച്ഛം അഹേഹേ അംഗം അമംഗളം. സ്വാധ്യായശ്രുതസമ്പന്നാഃ പ്രഖ്യാതാ ജന്മകർമ്മഭിഃ ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമഃ സ്മയമാനോ വിസൃജ്യാഗ്രം പുച്ഛം ജഗ്രാഹ സാമരഃ. കൃതസ്ഥാനവിഭാഗാസ്തേ ഏവം കശ്യപനന്ദനാഃ മമന്തുഃ പരമായത്താ അമൃതാർത്ഥം പയോനിധിം. മധ്യമാനിർണവേസോദ്രിഃ അനാധാരോ ഹ്യപോവിശത് ദ്രിയമാണോപി ബലിഭിഃ ഗൗരവാത് പാണ്ഡുനന്ദന. തേ സുനിർവിണ്ണമനസഃ പരിമ്ലാനമുഖശ്രിയഃ ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേനാതിബലീയസാ. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിദദാഭിസന്ധിഃ കൃത്വാ വപുകാച്ഛപമത്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തമുത്ഥിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്ഥിതാ നിർമഥിതും സുരാസുരാഃ. ദധാര പൃഷ്ഠേന സലക്ഷയോജന പ്രസ്താരിണ ദ്വീപൈവാപരോ മഹാൻ. സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ. ബിഭ്രത്തദാവർത്തനമാദിഗച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. തദാസുരാൻ ആവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുഃ ദൈവേന നാഗേന്ദ്രമബോധരൂപഃ. ഉപര്യഗേന്ദ്രം ഗിരിരാടിവാന്യ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹുഃ. തസ്ഥൗ ദിവി ബ്രഹ്മഭവേന്ദ്രമുഖ്യൈഃ അഭിഷ്ടുവദ്ഭിഃ സുമനോ വിവൃഷ്ടഃ. ഉപര്യതശ്ചാത്മനി ഗോത്രനേത്രയോഃ പരേണ തേ പ്രാവിശദാ സമേദിതാഃ. മമന്തുരബ്ധിം തരസാ മദോത്കടാ മഹാദ്രിണാ ക്ഷോഭിതനക്രചക്രം. അഹീന്ദ്രസാഹസ്രകഠോരദൃങ്മുഖശ്വാസാഗ്നിധൂമാഗതവർച്ചസോऽസുരാः
പൗലോമകാലേയ ബലിൽവലാദയോ ദവാഗ്നിദഗ്ധാ സരളാ ഇവാഭവൻ ദേവാശ്ച തശ്വാസശിഖാഹത പ്രഭാൻ ധൂമ്രാംബരസ്രഗ്വരകഞ്ചുകാനനാൻ സമഭ്യവർഷൻ ഭഗവദ്വശാഘനാഃ വവുഃ സമുദ്രോർമ്യുപഗൂഢവായവഃ മധ്യമാനാ തദാ സിന്ധോഃ ദേവാസുരവരൂധപൈഃ യദാ സുധാ ന ജായേത നിർമമന്ദാജിതസ്വയം മേഘശ്യാമക്കനകപരിധിഃ കർണവിദ്യോതവിദ്യുന്മൂർധ്നിഭ്രാജദ്വിലുളിതകചഃ സ്രഗ്ധരോ രക്തനേത്രഃ ജൈത്രൈർദോർഭിഃ ജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മദ്നന്മദ്നാ പ്രതിഗിരിദിവാശോഭദാതോ ധൃതാദ്രിഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർമധ്യമാനാദുദതേരഭൂദ്വിഷം മഹോൽബണം ഹാലഹലാഹ്വമഗ്രതഃ സംഭ്രാന്തമീനോന്മകരാഹി കക്ഷപാത് തിമിദ്വിപഗ്രാഹ തിമിംഗിലാകുലാത് തദുഗ്രവേഗം ദിശി ദിശു പര്യധോ വിസർപ്പതുൽസർപ്പദസഹ്യമപ്രതി ഭീതാ പ്രജാതുദ്രുവുരംഗസേശ്വര അരക്ഷ്യമാണാ ശരണം സദാശിവം വിലോക്യ തം ദേവവരം ത്രിലോക്യാ ഭവായ ദേവ്യാഭിമതം മുനീനാം ആസീനമദ്രൗ അപവർഗഹേതോഃ തപോജുഷാണം സ്തുതിഭിഃ പ്രണേമുഃ പ്രജാപതയ ഊജുഃ ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹി നഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ്വിഷാദ് ത്വമേകഃ സർവജഗതഃ ഈശ്വരോ ബന്ധമോക്ഷയോഃ തം ത്വാമർച്ഛന്തി കുശലാഃ പ്രപന്നാർത്തിഹരം ഗുരും ഗുണമയ്യാ സ്വശക്ത്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ധൽസേ യദാ സ്വദൃഗ്ഭൂമൻ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവനഃ നാനാശക്തിഭിരാബാധഃ ത്വമാത്മാ ജഗദീശ്വരഃ ത്വം ശബ്ദയോനിർജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവഃ കാലക്രതുഃ സത്യമൃതം ച ധർമ്മ ത്വയ്യക്ഷരം യത്രിവൃതാമനന്തി അഗ്നിർമുഖം തേ കില ദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവാംഗ്രിപങ്കജം കാലം ഗതിം തേ കില ദേവതാത്മനോ ദിശശ്ച കർണൗ രസനം ജലേശം നാഭിർനഭസ്തേ ശ്വസനം നഭസ്വാൻ സൂര്യശ്ച ചക്ഷോംഷി ജലം സ്മരേതഃ പരാവരാത്മാശ്രയണം തവാത്മാ സോമോ മനോദ്യൗർഭഗവൻ ശിരസ്തേ കുക്ഷിഃ സമുദ്രാഗിരയോസ്തി സംഗാ രോമാണി സർവൗഷധിവിരുദസ്തേ ഛന്ദാംസി സാക്ഷാത് തവ സപ്തദാദവഃ ത്രൈമയാത്മൻ ഹൃദയം സർവധർമ്മഃ മുഖാനി പഞ്ചോപനിഷദസ്തവേശ യൈസ്ത്രിശം ത്രിംശദഷ്ടോത്തരമന്ത്രവർഗഃ യത്തച്ഛിവാഖ്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരവസ്ഥിതിസ്തേ ഛായാത്വധർമ്മോർമിഷു യർവിസർഗോ നേത്രത്രയം സത്വരജസ്തമാംസി സാഖ്യാത്മനഃശാസ്ത്രകൃതത്തവേക്ഷ ഛന്ദോമയോ ദേവർഷിഃ പുരാണഃ നതേ ഗിരിത്രാഖിലലോകപാലവിരിഞ്ച വൈകുണ്ഠസുരേന്ദ്രഗമ്യം ജ്യോതിഃ പരം യത്ര രജസ്തമശ്ച സത്വം ന യദ്ബ്രഹ്മ നിരസ്തഭേദം കാമാദ്വരത്രിപുരകാലകരാദ്യനേകഭൂതദ്രുഹ ക്ഷപയത സ്തുതയേന തത്തേ യസ്ത്വന്ധകാല ഇദമാത്മകൃതം സ്വനേത്രവന്നിസ്ഫുലിംഗശിഖയാ വസിതം ന വേദ യേ ത്വാത്മരാമഗുരുഭിർഹൃദി ചിന്തിതാംഘ്രിദ്വന്ദ്വം ചരന്തമുമയാ
തപസാപി തപ്തം കഥന്ത ഉഗ്രപുരുഷം നിരതം ശ്മശാനേ തേ നൂനമൂതിമവിദൻ തവ ഹതലജ്ജാഃ തൽതസ്യ തേ സദസദോ പരതഃ പരസ്യ നാഞ്ചസ്വരൂപഗമനെ പ്രഭവന്തി ഭൂമ്നഃ ബ്രഹ്മാദയത് കിമുദ സംസ്തവനെ വയം തു തൽസർഗസർഗവിഷയാ അപി ശക്തിമാത്രം ഏതത്പരം പ്രപശ്യാമോ ന പരം തേ മഹേശ്വര മൃഡനായ ഹി ലോകസ്യ വ്യക്തിസ്തേ അവ്യക്തകർമ്മണഃ. ശ്രീശുക ഉവാച തദ്വീക്ഷ്യ വ്യസനം താസാം കൃപയാ വൃഷപീഡിതഃ സർവഭൂതസുഹൃദ്ദേവഃ ഇദമാഹ സതീം പ്രിയാം. ശിവ ഉവാച അഹോ ബദ ഭവാന്യേതത് പ്രജാനാം പശ്യ വൈശസം ക്ഷീരോദമദനോദ്ഭൂതാത് കാളകൂടാദുപസ്ഥിതം ആസാം പ്രാണപരീപ്സൂനാം വിധേയമഭയം हि मे ഏതാവാൻ हि പ്രഭോരർത്ഥോ യദ്ദീനപരിപാലനം പ്രാണൈः സ്വൈः പ്രാണിനഃ പാന്തി സാധവക്ഷണഭംഗുരൈः ബദ്ധവൈരേഷു ഭൂതേഷു മോഹിതേഷ്വാത്മമായയാ പുംസകൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരിഃ പ്രീതേ ഹരൗ ഭഗവതി പ്രിയേഹം സചരാചരഃ തസ്മാദിദം കരം ഭുഞ്ജേ പ്രജാനാം സ്വസ്തിരസ്തു മേ. ശ്രീശുക ഉവാച ഏവമാമന്ത്ര്യ ഭഗവാൻ ഭവാനീം വിശ്വഭാവനഃ തദ്വിഷം ജഗ്ദുമാരേബേ പ്രഭാവജ്ഞാന്വമോദദ തതഃ കരതലീകൃത്യ വ്യാപിഹാരാഹലം വിഷം അഭക്ഷയൻ മഹാദേവഃ കൃപയാ ഭൂതഭാവനഃ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. തസ്യാപി ദർശയാമാസ സ്വവീര്യം ജലകൽമഷഃ യച്ചകാരഗളേ നീലം തച്ച സാധോർവിഭൂഷണം തപ്യന്തേ ലോകതാപേന സാധവഃ പ്രായശോ ജനാഃ പരമാരാധനം തദ്ധി പുരുഷസ്യാഖിലാത്മനഃ. നിശമ്യ കർമ്മ തത്ശംഭോഃ ദേവദേവസ്യ മീഢുഷഃ പ്രജാദാക്ഷായണീ ബ്രഹ്മ വൈകുണ്ഠശ്ച ശശംസിരേ പ്രസ്കന്നം പിബതഃ പാണേഃ യത്കിഞ്ചിജ്ജഗൃഹുസ്മ തത് വൃശ്ചികാഹി വിഷൗഷധ്യോ ദന്തശൂകാശ്ച യേ പരേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമഥനേ സപ്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇന്നലെ കണ്ടത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം
ദേവന്മാര് മഹാബലിയുടെ അടുത്തേക്ക് ചെന്ന് സന്ധി ചെയ്യുന്നതും മഹാബലിക്കും മറ്റ് അസുരന്മാർക്കും അത് സമ്മതമായിരുന്നതും അവരെല്ലാം കാര്യങ്ങൾ നിശ്ചയിച്ച് അതിന് വേണ്ടതായിട്ടുള്ള പ്രയത്നം ആരംഭിച്ചു. അങ്ങനെയാണ് ആദ്യം തന്നെ മന്ദരപർവ്വതത്തെ വളരെ ആവേശത്തോടെ ഗർവത്തോടെ അവരെല്ലാം കൂടി എടുത്തുകൊണ്ടുവരുന്ന വഴിക്ക് അവരുടെ ഗർവം ശമിപ്പിക്കാനെന്ന വണ്ണം അവർക്ക് ആ മന്ദരപർവ്വതത്തെ ചുമക്കാനുള്ള ശക്തി ഉണ്ടായില്ല. കുറച്ചു ദൂരം വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്നത് വഴുതി വീണുപോയി, താങ്ങാൻ പറ്റാതെ. അങ്ങനെ അതിനടിയിലെ കുറെ ദേവന്മാരും അസുരന്മാരും അംഗവൈകല്യങ്ങളൊക്കെ വന്നവരായി ചതഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവര് പരിഭ്രമിച്ച് ദീനരായി നിന്നപ്പോൾ ഭഗവാൻ ഗരുഡവാഹനനായി വന്നതും നിസ്സാരമായി തന്റെ ഇടത് കൈകൊണ്ട് മന്ദരപർവ്വതത്തെ എടുത്ത് ഗരുഡന്റെ തോളിൽ വെച്ചതും ഒപ്പം ദേവന്മാരെ അദ്ദേഹം തന്റെ കടാക്ഷം കൊണ്ട് അംഗവൈകല്യങ്ങളെല്ലാം തീർത്ത് പൂർവാധികം ശക്തരാക്കി തീർത്തു. അസുരന്മാരെ അദ്ദേഹം പരിഗണിച്ചില്ല. കാരണം അവര് അല്ലെങ്കിൽ തന്നെ ശക്തരായിരുന്നു, എണ്ണത്തിൽ കൂടുതലും എല്ലാ ദോഷങ്ങളും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവരെ വളർത്തണ്ട എന്ന് കരുതി ഭഗവാൻ അസുരന്മാർക്ക് കടാക്ഷം ചെയ്തില്ല. പിന്നീട് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി പാലാഴിയിലേക്ക് ഈ മന്ദരപർവ്വതത്തെ കൊണ്ടുവരുന്നു. ദേവന്മാരും അസുരന്മാരും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് ഭഗവാന്റെ പുറകെ വരുന്നു. അങ്ങനെ അവരെല്ലാം ഇതാ സമുദ്രതീരത്ത് വന്നു. ഗരുഡൻ പർവ്വതമിറക്കി വെച്ച് ഭഗവാനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. ഭഗവാൻ അവിടെയുണ്ട്, ദേവന്മാരും അസുരന്മാരുമുണ്ട്. ഇതാ പാലാഴി മദനത്തിനുള്ള ഒരുക്കമായി അവര് ഇനി അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് വാസുകിയെ കയറാക്കി കൊണ്ടുവരുന്നുണ്ട്. വാസുകിയെ ചുറ്റിക്കൊണ്ട് രണ്ട് ഭാഗത്തേക്കും വലിച്ചുകൊണ്ടാണ് ഇനി മദനം ആരംഭിക്കുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമസ്കന്ധേ സപ്തമോധ്യായഃ. ശ്രീശുക ഉവാച. തേ നാഗരാജമാമന്ത്ര്യ ഫലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ. ആരേഭിരേ സുസംയത്താഃ അമൃതാർത്ഥം കുരുദ്വഃ. ഹരിഃ പുരസ്താജഗൃഹേ പൂർവം ദേവാസ്തതോ ഭവൻ. ശ്രീശുക ഉവാച. തേ നാഗരാജമാമന്ത്ര്യ ബലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ. ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പാലാഴി മദനം കഥ തുടരുകയാണ്. തേ എന്ന് പറയുമ്പോൾ അവർ ആരാണ്? അവർ ദേവാസുരന്മാർ രണ്ടു കൂട്ടരി എടുക്കാം. അവര് നാഗരാജം ആമന്ത്ര്യ. ആരാണ് ഈ നാഗരാജൻ? വാസുകിം എന്ന് പറയുന്നത്. അപ്പൊ വാസുകിം നാഗരാജം ആമന്ത്ര്യ. എങ്ങനെയാണ് പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നത്? ബലഭാഗേന എന്ന് പറഞ്ഞാല് ഫലത്തിന്റെ ഭാഗം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട്, അമൃതം മദനം ചെയ്യുമ്പോൾ ആ അമൃത് കിട്ടുമ്പോൾ നിനക്കും ഒരു പങ്ക് തരാം എന്ന് വാസുകിക്ക് ഫലഭാഗം പ്രോമിസ് ചെയ്തു. പാർട്ട്ണർഷിപ്പ് അല്ലെ? കമ്പനിയില് മെമ്പറായി ചേരുമ്പോൾ ലാഭവിഹിതം എന്ത് കിട്ടും എനിക്ക് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ ഒരു കമ്പനിയില് പാലാഴി മദനം കമ്പനി, അതിന് ദേവന്മാരും അസുരന്മാരും ഒക്കെ ഷെയർ ഹോൾഡേഴ്സാണ്. ഒരാളെയും കൂടി കൂട്ടി നമ്മുടെ വാസുകിയെയും കൂടി കൂട്ടി എന്താ ലാഭവിഹിതം നിനക്കും തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ ലാഭവിഹിതം? ഇവിടെ അമൃതമാണ്. അപ്പൊ വാസുകിക്ക് വളരെ സന്തോഷമായി. തനിക്ക് അമൃതം കഴിച്ചാൽ ഇനിയിപ്പോ ആരെയും പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ തന്നെ ശക്തനാണ്, നാഗങ്ങളുടെ രാജാവാണ്, നല്ല വിഷമുള്ള സർപ്പമാണ്. ഇനിയിപ്പോ അമൃതവും കൂടി കഴിച്ചാൽ നല്ല എന്താ പറയുക ധൈര്യമായി. അപ്പൊ അങ്ങനെ വാസുകിയെ പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ്. ഫലഭാഗേന വാസുകിം നാഗരാജം ആമന്ത്ര്യ. ഫലം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വാസുകി എന്ന നാഗരാജാവിനെയും ആമന്ത്രണം ചെയ്തു. ആമന്ത്ര്യ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്തിട്ട്, ക്ഷണിച്ചിട്ട് എന്നർത്ഥമാണ്. പരിവീയ ഗിരൗ തസ്മിൻ നേത്രം അബ്ധിം മുദാന്വിതാഃ. തസ്മിൻ ഗിരൗ, ആ പർവ്വതത്തിൽ, മന്ദരപർവ്വതത്തിൽ
നേത്രം പരിവീയ. പരിവീയ എന്ന് പറഞ്ഞാല് വേഷ്ടനം ചെയ്യുക, ചുറ്റുക എന്നർത്ഥമാണ്. അതിന്റെ ഒരു രൂപമാണ്. പരി എന്ന് പറഞ്ഞാൽ ചുറ്റും, വീയ എന്ന് പറഞ്ഞാൽ വേഷ്ടനം കൃത്വ, ചുറ്റിയിട്ട് വ്യാപിപ്പിച്ചിട്ട് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ചുറ്റി വരിഞ്ഞിട്ട് വാസുകിയെ കൊണ്ട് പർവ്വതത്തെ നേത്രം കൃത്വ, നേത്രം എന്ന് പറഞ്ഞാല് കയറാക്കിയിട്ട് എന്നർത്ഥം. അപ്പൊ കയറാക്കി ചുറ്റിയിട്ട് തസ്മിൻ ഗിറൗ അബ്ദിം മുദാൻവിതാഹ, അബ്ദിയെ ആ പാലാഴിയെ മുദാൻവിതരായിട്ട് സന്തോഷത്തോടുകൂടി ആവേശഭരിതരായിട്ട് ആരേബിരെ സുസംയത്ത അമൃതാർത്ഥം കുരുദ്വഹ. അപ്പോ ഹേ കുരുദ്വഹ, അല്ലയോ കുരുവംശത്തെ വഹിക്കുന്നവനെ, പരീക്ഷിത്ത് രാജാവേ, അമൃതാർത്ഥം, അമൃതം എന്ന അമൃതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സുസംയത്താഹ നല്ല പ്രയത്നം ചെയ്യുന്നവരായിട്ട്, നല്ല അധ്വാനശീലന്മാരായി, ഉത്സാഹികളായിട്ട് എന്നൊക്കെ അർത്ഥം. ഉത്സാഹികളായിട്ട് അവരെന്ത് ചെയ്തു? ആരേബിരെ ആരംഭിച്ചു. പാലാഴി മദനം എന്നുള്ള പ്രക്രിയ ആരംഭിച്ചു. അപ്പൊ അതിന് തൊട്ടു മുമ്പ് നടന്നത് എന്താണെന്ന് പറയുകയാണ്. ഹരിഹി പുരസ്താദ് ജഗൃഹേ പൂർവം ദേവാഹ തഥോ അഭവന്. അങ്ങനെ ആരംഭിക്കുമ്പോഴേക്കും വാസുകിയെ രണ്ടു ഭാഗത്തും പിടിക്കണമല്ലോ. അപ്പൊ ആദ്യം ഹരിഹി പൂർവം, ഹരി ഭഗവാൻ വിഷ്ണു തന്നെ പൂർവം ആദ്യം ചെന്ന് പുരസ്താദ് ജഗൃഹെ, പുരസ്താദ് എന്ന് പറഞ്ഞാൽ പൂർവഭാഗത്തെ, ഒരു സർപ്പത്തിന്റെ മുൻഭാഗത്തെ തലഭാഗത്തെ ഗ്രഹിച്ചു. തതഹ ദേവാഭവന്, അപ്പൊ ദേവന്മാരും അനന്തരം അപ്രകാരമായി ഭവിച്ചു എന്ന് വെച്ചാൽ ഹരിയെ അനുകരിച്ചുകൊണ്ട് ഹരിയുടെ പുറകെ ദേവന്മാരും ചെന്ന് ആ സർപ്പത്തിന്റെ വാസുകിയുടെ തലഭാഗം പിടിച്ചു. അങ്ങനെ പിടിച്ചപ്പോഴോ അതാ തന്നൈച്ഛൻ ദൈത്യപതയോ മഹാപുരുഷ ചേഷ്ടിതം ന ഗൃണ്ണീമോ വയം പുച്ഛം അഹേഹേ അംഗം അമംഗളം സ്വാധ്യായ ശ്രുതസമ്പന്നാഃ പ്രഖ്യാത ജന്മകർമ്മഭിഃ ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമഃ സ്മയമാനോ വിസൃജ്യാഗ്രം പുച്ഛം ജഗ്രാഹ സാമരഃ കൃതസ്ഥാന വിഭാഗാസ്തേ ഏവം കശ്യപനന്ദനാഃ. തന്നൈച്ഛൻ ദൈത്യപതയോ മഹാപുരുഷചേഷ്ടിതം. ദൈത്യപതയ അസുരന്മാരുടെ നേതാക്കന്മാര്, എപ്പോഴും നേതാക്കന്മാരാണല്ലോ ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. മറ്റേ അനുയായികൾക്ക് ചിന്തിക്കാൻ കഴിവില്ല. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഹ, അല്ലേ? ആ നേതാക്കന്മാർക്കും വിവരമില്ലെങ്കിൽ അതിന്റെയൊക്കെ സഹിക്കേണ്ടി വരിക അനുയായികളായിരിക്കും. നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ നടക്കുന്നത് പോലെ, അല്ലേ? ദീർഘദർശിത്വം ഒന്നും ഇല്ലാതിരുന്നാൽ മൂഢന്മാരായിട്ട് ഇതങ്ങനെയുള്ള ആപത്തുകളിൽ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. അപ്പൊ എന്തായാലും ദൈത്യപതയ, ദൈത്യന്മാരുടെ പതികൾ, നായകന്മാര്, തത് ന ഐച്ഛൻ, അത് ഇച്ഛിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. എന്ത് ഇഷ്ടപ്പെട്ടില്ല? മഹാപുരുഷ ചേഷ്ടിതം, ആ ഭഗവാൻ ചെയ്ത പണി. അത് ഭഗവാനാ ചെയ്തത്. മഹാപുരുഷനായിട്ടുള്ള ഭഗവാൻ തല പോയി പിടിച്ചത് ഇവർക്കങ്ങൾ ഇഷ്ടമായില്ല. ഭഗവാൻ പിടിച്ചപ്പോ ദേവന്മാരും പുറകെ ചെന്ന് പിടിച്ചു. അപ്പൊ എല്ലാം കൂടിയിട്ട് ഇവർക്ക് ആകെ അസ്വസ്ഥതയായി. അവരത് ഇച്ഛിച്ചില്ല. തന്ന ഇച്ഛ. ഉടനെ തന്നെ അവർ പ്രഖ്യാപിച്ചു, നാഗൃണീമോ വയം പുച്ഛം അഹേഹേ അംഗം അമംഗളം. അഹേഹേ അമംഗളം അംഗം പുച്ഛം. അഹിയുടെ, സർപ്പത്തിന്റെ അമംഗളമായ അംഗമാണ് വാല്, പുച്ഛം. അത് വയം ന ഗൃണ്ണീമഹ, ഞങ്ങൾ പിടിക്കില്ല. എന്തുകൊണ്ട് ഞങ്ങൾ പിടിക്കില്ല? തുടർന്ന് പറയാണ്, സ്വാധ്യായ ശ്രുതസമ്പന്നാഃ പ്രഖ്യാത ജന്മകർമ്മഭിഃ. സ്വയം അവരുടെ അഭിമാനത്തെ അവരെടുത്ത് പറയണം. ഞങ്ങൾ ആരാ? മോശക്കാരാണോ? സ്വാധ്യായ ശ്രുതസമ്പന്നാഃ, ഞങ്ങളെ ശാസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ പഠിച്ചവരാണ്, ശ്രുതസമ്പന്നരാണ്, സ്വാധ്യായം ചെയ്യുന്നവരാണ്. കശ്യപ പ്രജാപതിയുടെ മക്കൾ തന്നെയാണ് ഞങ്ങളും. ഒട്ടും മോശക്കാരൊന്നുമല്ല, അല്ലെ? ബ്രാഹ്മണർ തന്നെയാണ്. അപ്പോ സ്വാധ്യായം ചെയ്യുന്നുണ്ട്, ശ്രുതസമ്പന്നന്മാര്, വേദമൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ് ഞങ്ങള്. അങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഞങ്ങള് ജന്മ കർമ്മഭിഹി പ്രഖ്യാതാഹ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പ്രഖ്യാതന്മാരാണ്. ജന്മം കൊണ്ട് കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും മക്കളാണ്.
കർമ്മം കൊണ്ടും മോശക്കാരൊന്നുമല്ല. ഞങ്ങൾ വലിയ വലിയ സാഹസങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പൊ ദേവന്മാരെ തോൽപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പോഴാണ് 3 ലോകത്തിന്റെ ആധിപത്യം ഞങ്ങളുടെ കയ്യിലാണ്. അങ്ങനെയുള്ള ഞങ്ങള് ആഢ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അഹിയുടെ അമംഗളമായ അംഗമായ പുച്ഛത്തെ വയം ന ഗൃണ്ണീമ, ഞങ്ങൾ പിടിക്കില്ല, ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവര് എന്താ പറയാ, അവരുടെ അവരുടെ അഭിപ്രായത്തെ, ഈ വിഷയത്തിലുള്ളതായിട്ടുള്ള അവരുടെ എതിരഭിപ്രായത്തെ അവർ പ്രകടിപ്പിച്ചു, നിസ്സഹകരണത്തെ പ്രകടിപ്പിച്ചു. എന്നിട്ട് ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമ, ഇതി പ്രകാരം തൂഷ്ണീം സ്ഥിതാൻ ദൈത്യ, തൂഷ്ണീം പറഞ്ഞാൽ മിണ്ടാതെ, ഒരു പണിയും ചെയ്യാതെ, വന്ന കാര്യം നോക്കാതെ തൂഷ്ണീം സ്ഥിതന്മാരായി വെറുതെ നിൽക്കുന്നവരായി നിൽക്കുന്ന ദൈത്യാൻ വിലോക്യ, അസുരന്മാരെ കണ്ടിട്ട് പുരുഷോത്തമ ഭഗവാൻ എന്ത് ചെയ്തു? സ്മയമാനോ വിസൃജ്യാഗ്രം പുച്ഛം ജഗ്രാഹ സാമരഹ, സ്മയമാനഹ ചിരിച്ചുകൊണ്ട്, ആ വിസൃജ്യ അഗ്രം, പാമ്പിന്റെ അഗ്രഭാഗത്തെ ശിരോഭാഗത്തെ വിസർജിച്ച് ഉപേക്ഷിച്ച് പുച്ഛം ജഗ്രാഹ സാമരഹ, പുച്ഛത്തെ ഗ്രഹിച്ചു, വാലിനെ പിടിച്ചു. ആരോടുകൂടെ? സാമരഹ എന്ന് വെച്ചാൽ അമരന്മാരോടുകൂടെ. അമരന്മാരെയും വിളിച്ചു, വരൂ നമുക്ക് പുറകിൽ വാല് പിടിക്കാം, നമുക്ക് എന്തായാലും കാര്യം നടക്കേ വേണ്ടു, അവർ തല തന്നെ പിടിച്ചോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ കണ്ണു കാണിച്ച് ചിരിച്ച് ദേവന്മാരോട് സൂചന കൊടുത്തുകൊണ്ട്, ഭഗവാനെ അനുസരിക്കുന്നവരാണ് ദേവന്മാര്. നേരത്തെ തന്നെ ഭഗവാൻ വാൺ ചെയ്തിട്ടുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എതിര് നിൽക്കാൻ പാടില്ല, അസുരന്മാരെന്ത് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കണം, അതുകൊണ്ട് എതിരഭിപ്രായങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ അവർക്കത് സമ്മതമായിരുന്നു. അങ്ങനെ ഭഗവാന്റെ പുറകെ അമരന്മാരും വന്ന് പുച്ഛം പിടിച്ചു. അങ്ങനെ കൃതസ്ഥാന വിഭാഗാഹത്തെ ഏവം കശ്യപനന്ദനാഹ. അപ്പൊ ഏവം ഇപ്രകാരം ആ കശ്യപനന്ദനന്മാർ, രണ്ടു കൂട്ടരും കശ്യപനന്ദനന്മാരാണ്. ദേവന്മാരും കശ്യപനന്ദനന്മാരാണ്, അസുരന്മാരും കശ്യപനന്ദനന്മാരാണ്. അവര് രണ്ടു കൂട്ടരും ഏവം ഇപ്രകാരം കൃതസ്ഥാന വിഭാഗാഹ, സ്ഥാനവിഭജനം ചെയ്തവരായി. ഞങ്ങൾ അഗ്രഭാഗം പിടിക്കുന്നവർ, നിങ്ങൾ വാല് പിടിക്കുന്നവർ, അങ്ങോട്ടും മാറിപ്പോകരുത്, അല്ലേ? ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാലും വന്ന് യഥാസ്ഥാനത്ത് തന്നെ പിടിച്ചോളണം, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ട് സ്ഥാനവിഭാഗങ്ങളെ ചെയ്തവരായിട്ട് എന്ത് ചെയ്തു? മമം ദുഃപരമായത്താം അമൃതാർത്ഥം പയോനിധിം മധ്യമാനിയർണവേ സ്വദ്രിഹി അനാധാരേ ഹ്യപോവിശത്. അങ്ങനെ അമൃതാർത്ഥം പയോനിധിം പരമായത്താഹ മമന്തുഹു, അമൃതാർത്ഥമായിട്ട് ആ പയോനിധിയെ, ജലനിധിയെ, ക്ഷീരസാഗരത്തെ പരം ആയത്താഹ, നല്ലപോലെ ആയാസം എടുക്കുന്നവര്, അധ്വാനിക്കുന്നവരായിട്ട്, യത്നം ചെയ്യുന്നവരായിട്ട് മമന്തുഹു, മമന്തുഹു മഥനം ചെയ്തു. എല്ലാവരും കൂടി ബഹുവചനത്തിൽ ചെയ്തതാണ് മമന്തുഹു. ഏകവചനമായിരുന്നെങ്കിൽ മമന്ത, ഒരാൾ ചെയ്യുമ്പോ മമന്ത, ഇവിടെ ബഹുവചനം മമന്തുഹു. അപ്പോ ഭഗവാന്റെ വിദ്യ എന്തായിരുന്നു ഇവിടെ? ആദ്യമേ കയറി അസുരന്മാരോട് നിങ്ങൾ തല പിടിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ പിടിക്കില്ല, അവർ തല തിരിഞ്ഞവരാണ്. എന്താ നിങ്ങൾ പറഞ്ഞ കേൾക്കണമെന്നുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പിടിക്കും, ഞങ്ങൾ വാലേ പിടിക്കുള്ളൂ എന്ന് പറയുന്ന കൂട്ടരാണ് ആര്? അസുരന്മാര്, അല്ലെ? ഇന്നത്തെ നമ്മുടെ ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ പോലെ. രാജ്യത്തിന്റെ ഏത് നല്ല കാര്യങ്ങളും ഞങ്ങൾ എതിർക്കും, കാരണം അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഭരിക്കുന്നവർ ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ എതിർക്കും. അതിപ്പോ രാജ്യത്തിന് എത്ര നല്ല കാര്യമാണെങ്കിലും ശരി, പ്രജകളുടെ എത്ര ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, രാജ്യത്തിന്റെ സുരക്ഷയാണെങ്കിലും, ഞങ്ങളുടെയൊക്കെ സുരക്ഷ അതിൽപ്പെട്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ നശിച്ചു പോയാലും കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കില്ല. ഇതാണ് അസുര സ്വഭാവം. അപ്പൊ ഏതാണ് നല്ല കാര്യം, അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, എന്താണ് അതുകൊണ്ടുള്ളതായിട്ടുള്ള വരും വരായികകൾ ഒന്നും ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് എതിർക്കുക. ഇത് അസുര സ്വഭാവമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം. ഏതൊരു ബില്ല് കൊണ്ടുവന്നാലും, എന്തൊരു നയം കൊണ്ടുവന്നാലും എല്ലാറ്റിനെയും എതിർക്കുക, എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുക.
എല്ലാറ്റിനെയും നാട്ടുകാരുടെ മുമ്പിൽ മോശമാണെന്ന് ചിത്രീകരിക്കുക, അല്ലേ? അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞവരായതുകൊണ്ട് ആദ്യമേ നിങ്ങൾ കേമന്മാരല്ലേ, നിങ്ങൾ നല്ല ആൾക്കാരല്ലേ, ഗംഭീരന്മാരല്ലേ, ആ വാസുകിയുടെ തല പിടിക്കൂ എന്ന് പറഞ്ഞാല് അവര് സമ്മതിക്കില്ല. അപ്പൊ വാസുകിയുടെ തല പിടിപ്പിക്കണം അവരെ കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ആദ്യം കയറി പിടിച്ചത്. അപ്പൊ മത്സരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങള് വാല് പിടിക്കില്ല. ശരി, വേണ്ട, ഞങ്ങൾ വാല് പിടിച്ചോളാ എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്ന പോലെ അസുരന്മാർക്ക് വിജയം കൊടുത്തുകൊണ്ട് ദേവന്മാര് അല്ലെങ്കിൽ ഭഗവാൻ സമ്മതിച്ചു കൊടുത്തു. നിങ്ങൾ വിജയിച്ചു, ശരി ശരി, നിങ്ങൾ വിജയിച്ചു, വിജയം നിങ്ങൾക്കിരിക്കട്ടെ, എന്തായാലും കാര്യം നടക്കണം നമുക്ക്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് വിവേകമുള്ളവരൊക്കെ ചെയ്യുക. വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അങ്ങോട്ട് പാരവയ്ക്കാൻ രീതിയിൽ ആപ്പ് വെച്ചു കൊടുക്കുക. അവർ തന്നെ സ്വയം നമ്മളെ കൊണ്ട് നല്ലത് ചെയ്തിച്ചോളും. അപ്പൊ എന്തായാലും ഭഗവാൻ ഈ വിദ്യ ഭരിച്ചു. കാരണം ഈ വാസുകിയുടെ തലയില് പിടിച്ചു വലിക്കുമ്പോഴാണ് ആ വാസുകിയുടെ മുഖത്ത് നിന്ന് വിഷജ്വാലകളായിട്ട് വന്ന് അധികം ക്ഷീണിക്കും ആ ഭാഗത്ത് നിൽക്കുന്നവര്. അത് അസുരന്മാർക്ക് അത് ബാധിക്കാൻ പോകുന്നുണ്ട്. ദേവന്മാർക്ക് വാലിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത്ര കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഇതാണ് ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ദേവന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. ദേവന്മാർ അല്ലെങ്കിൽ തന്നെ ക്ഷീണിതരാണല്ലേ, അപ്പൊ അവർക്ക് ആ രീതിയിൽ ഭഗവാൻ സപ്പോർട്ട് ചെയ്തു. അസുരന്മാര്, ദുഷ്ടന്മാര്, അഹങ്കാരികള്, എന്താ പറയാ, വിപരീത സ്വഭാവം, രാഗദ്വേഷങ്ങളുള്ളവര്, അപ്പൊ അവർക്ക് കൊടുത്ത പണിയാണ്. അവരൊന്ന് ക്ഷീണിച്ചോട്ടെ എന്ന് വെച്ച് ഇനിയിപ്പോ അവരായിട്ട് തന്നെ വാശി പിടിച്ച് മേടിച്ചെടുത്തതായതുകൊണ്ട് ഇനിയിപ്പോ മാറ്റി ചോദിക്കാനൊന്നും നിവൃത്തിയില്ല. പെട്ടുപോയി, അവര് പെട്ടു, പുലിവാല് പിടിച്ചു. അവർക്കായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ വാല് പിടിച്ചോളാന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പിലാക്കി ഭഗവാൻ. അവർ പെട്ടു, അവർ തന്നെ സ്വയം ഭരിച്ച ആ ഒരു കുരുക്കില് അവർ കുരുങ്ങി. അതേ വേണ്ടു ഭഗവാന്. അങ്ങനെ വളരെ ആയത്തന്മാരായിട്ട്, അധ്വാനം ചെയ്യുന്നവരായിട്ട്, അമൃതാർത്ഥം പയോനിധിം മമന്തുഹു, അമൃതത്തിനായിക്കൊണ്ടവര് ആ സമുദ്രത്തെ മഥനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മധ്യമാനി അർണവേ സ്വദ്രിഹി അനാദാരേ ഹ്യപോ അവിശത്. ആ മധ്യമാനേ അർണവേ മധ്യമാനേ സതി, ആ അർണവം സമുദ്രം മഥനം ചെയ്തുകൊണ്ടിരിക്കേ എന്നർത്ഥം. മധ്യമാനേ സതി എന്നുള്ള സതി സപ്തമി പ്രയോഗമാണ്. ഇൻ ദ മീൻ വൈൽ എന്നർത്ഥം. അങ്ങനെ ഇരിക്കേ സോ അദ്രിഹി അനാദാരേഹി അപോ അവിശത്. അങ്ങനെ എങ്ങനെയാണത് മദ്യമാനമായിരുന്നത്? അനാധാരമായിരുന്നു, ആധാരമില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ള ആ അനാധാരഹ അപോവിശത്. അപോവിശത് വെള്ളത്തിലേക്ക് പ്രവേശിച്ചു, താണുപോയി, ജലത്തിൽ താണുപോയി എന്നർത്ഥം. അപ്പൊ പർവ്വതത്തിന്റെ താഴെ താങ്ങാനായിട്ട് യാതൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, വെറുതെ വെള്ളത്തിന്റെ മുകളിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോ താങ്ങാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അനാധാരോഹി അപോവിശത്ത്, അനാധാരമായിരുന്നു. ദ്രിയമാണോപി ബലിഭിഹി ഗൗരവാത് പാണ്ഡുനന്ദന തേ സുനിർവിണ്ണ മനസഃ പരിമ്ലാനമുഖശ്രിയഃ ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേനാതി ബലീയസാ. ദ്രിയമാണോപി ബലിഭിഹി ഗൗരവാത് പാണ്ഡുനന്ദന തേ സുനിർവിണ്ണ മനസഃ പരിമ്ലാനമുഖശ്രിയഃ ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേനാതി ബലീയസാ. ഹേ പാണ്ഡുനന്ദന, അല്ലയോ പരീക്ഷിത് രാജാവേ, പാണ്ഡവ വംശത്തിൽ ജനിച്ച അവരെ ആനന്ദിപ്പിക്കുന്ന അവരുടെ പുത്രനായ ഹേ പരീക്ഷിത് രാജാവേ, ദ്രിയമാണഃ അപി ബലിഭിഹി, ബലിഭിഹി ദ്രിയമാണഃ അപി, ബലികൾ എന്ന് പറഞ്ഞാൽ മഹാബലമുള്ളവർ. ബലം അസ്യ അസ്തീതി ബലി. അപ്പൊ ഇവരൊക്കെ ബലവാന്മാരാണ്. അസുരന്മാരും ദേവന്മാരും മോശക്കാരല്ല. അപ്പൊ അങ്ങനെ ബലിഭിഹി ദ്രിയമാണഃ അപി, അവര് പരമാവധി പിടിച്ചു നിർത്താൻ, അതിനെ ധരിക്കാനായിട്ട് ശ്രമിച്ചു. എങ്ങനെയെങ്കിലും
ആ മന്ദരപർവ്വതം താണു പോകാതിരിക്കാനായിട്ട് ആവത് അവര് ശ്രമിച്ചു. അല്ലേ? വാസുകിയെ നല്ലപോലെ ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ടാവും, അഴിഞ്ഞ് ഉള്ളിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ. അതുപോലെ പലരും എന്താ പറയുക, കയറി അടിയിലും മറ്റുമൊക്കെ താങ്ങു കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം അവിടെ ഇവിടെയൊക്കെ. എന്തായാലും എങ്ങനെയൊക്കെ അവർ ശ്രമിച്ചിട്ടും ബലിഭിഹി ദ്രിയമാണഃ അപി ഗൗരവാത് അപ്പോ അവിശത്. ഗൗരവാത് അതിന്റെ ഗുരുത്വം കൊണ്ട്, അതിന്റെ ഭാരാധിക്യം കൊണ്ട് ആ പർവ്വതം അത് വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. അപ്പോ അവിശത് എന്നുള്ളത് ഇവിടേക്ക് എടുക്കണം. അങ്ങനെ ആയിട്ട് പോലും അതിന്റെ ഗൗരവം കൊണ്ട്, അതിന്റെ ഭാരാധിക്യം കൊണ്ട് അത് താഴ്ന്നുപോയി. അപ്പോഴോ തേ സുനിർവിണ്ണ മനസഹ, തേ അവര് രണ്ടു കൂട്ടരും, ദേവാസുരന്മാർ രണ്ടു കൂട്ടരും സുനിർവിണ്ണ മനസഹ, നിർവേദം എന്ന് പറഞ്ഞാൽ നിരാശ, വൈരാഗ്യം എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ നിരാശയാണ്. അപ്പൊ നിരാശാഭരിതമായ മനസ്സോടുകൂടിയായി, സോ ഡിപ്രസ്ഡ്, സോ ഡെസ്പറേറ്റ് എന്ന് പറയാം. അയ്യോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവര് നിർവിണ്ണ മനസ്സായിട്ട് തീർന്നു. പരിമ്ലാന മുഖശ്രിയ, അവരുടെ മുഖശ്രീ എല്ലാം വാടി. നല്ലതുപോലെ പരിമ്ലാനം, പ്ലാനം എന്ന് പറഞ്ഞാൽ വാടുക. അപ്പോ മുഖത്തിലുണ്ടായിരുന്ന തേജസ്, ഐശ്വര്യം, പ്രതാപം, വീര്യം എല്ലാം പോയിട്ട് ഇപ്പൊ ദീനരായി കാണപ്പെട്ടു. വാടിയ പൂക്കളെ പോലെയായി, വെയിലേറ്റ് വാടിയ പൂക്കളെ പോലെ അവരുടെ മുഖശ്രീ എല്ലാം പരിമ്ലാനമായി. പരിമ്ലാന മുഖശ്രിയ ആസൻ ഭവിച്ചു. എപ്പോൾ? സ്വപൗരുഷേ നഷ്ടേ, സ്വപൗരുഷം, അവരുടെ കയ്യൂക്ക്, അവരുടെ ശക്തി ഇവിടെ നശിച്ചു. ഒരു ഫലമുണ്ടായില്ല. എങ്ങനെ? ദൈവേന അതിബലീയസാ, അതിബലീയസാ ദൈവേന, നമ്മുടെ പൗരുഷത്തെക്കാൾ എത്രയോ ബലവത്താണ് ദൈവം എന്ന് പറയുന്ന വിധി, അദൃഷ്ടം. ദൈവം, അദൃഷ്ടം, വിധി എന്നൊക്കെ പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ്. അപ്പോ നമ്മളുടെ പൗരുഷം എന്നുള്ളത് വളരെ ഒരു ചെറിയൊരു അംശം മാത്രമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയും. താൻ പാതി എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് 0.0000001% ആണ് ഈ പാതി എന്ന് പറയുന്നത്. ദൈവം പാതി എന്ന് പറയുന്നത് 99.999999 ഇതാണ്, പെർസെന്റാണ്. പാതി എന്നുള്ളത് 50-50 അല്ല. നമ്മുടെ അംശം നമ്മൾ ചെയ്യുക, ബാക്കി ഇവിടെ നടക്കുന്നതൊക്കെ ആ വിധിക്കനുസരിച്ചാണ്, ഈശ്വരേച്ഛയ്ക്കനുസരിച്ചാണ്, മറ്റുള്ളവരുടെ എല്ലാവരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ്. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കർമ്മത്തിന്റെ ഫലം ഇരിക്കുന്നത്. നമ്മുടേത് ഒരൊറ്റ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ, പക്ഷെ അത് വേണം. അപ്പോഴേ നമുക്കതിന്റെ അർഹതയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോഴേ ആ ഫലം നമുക്ക് കിട്ടാൻ, അനുഭവിക്കാനുള്ള യോഗ്യതയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതായിട്ട് ഈ ലോകത്തിൽ ഒരു കാര്യവും ഇല്ല. ശ്വാസോച്ഛ്വാസം പോലും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് ഏറ്റവും ധൈര്യമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ശ്വാസോച്ഛ്വാസം. ചിന്തിച്ചു നോക്കിയാൽ അതുപോലും നമ്മുടെ കൈവശത്തിലല്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടാം, പല കാരണങ്ങളെ കൊണ്ട്. നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളെ കൊണ്ടാവാം, ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങളെ കൊണ്ടാവാം, ആദിദൈവികമായ കാരണങ്ങളെ കൊണ്ടാവാം. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെ 3 തരത്തിലും നമ്മൾ ബാധിക്കപ്പെടാം. ഏതൊരു ചെറിയ കാര്യത്തിലും നമ്മുടെ കൺട്രോളിലേ അല്ല ഒരു കാര്യവും. ഇവിടെ ഇപ്പൊ ഈ നിമിഷം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ കയ്യിലല്ല. അടുത്ത നിമിഷം ഞാനിവിടെ നിന്ന് മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാതെ, നാവനക്കാൻ പറ്റാതെ കൊലാപ്സ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും നിലത്ത് കിടക്കാം. ഇതൊന്നും നമ്മുടെ പൗരുഷം എന്നുള്ളത് വെറുതെ അഭിമാനിക്കാന്ന് മാത്രമേ ഉള്ളൂ. ആ പുരുഷൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ പൗരുഷം ഉള്ളത്. ഈശ്വരൻ എന്ന പുരുഷൻ
നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ പൗരുഷം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ധ്രുവസ്തുതി ഒന്ന് ഓർത്താൽ മതി. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംന അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാൻ മുമ്പിൽ വന്നപ്പോ ആ ധ്രുവൻ ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ, ഒരു വാക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ലാതെ, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പരവശനായി നിന്ന് പോയി. അങ്ങനെയുള്ള ധ്രുവനെ ഭഗവാൻ തന്റെ കയ്യിലുള്ള വേദസ്വരൂപമായ പ്രണവസ്വരൂപമായ നാദബ്രഹ്മമായ ആ ശംഖം കൊണ്ട് ഒന്ന് സ്പർശിച്ചപ്പോൾ, അനുഗ്രഹിച്ചപ്പോൾ ആ ധ്രുവന്റെ വായിൽ നിന്ന് സർവവേദസാരമായിട്ടുള്ള ആ സ്തുതി പുറത്തേക്ക് വന്നു. അത് ധ്രുവൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത് അതാണ്. ആരാണോ എന്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്റെ ഉറങ്ങിക്കിടന്ന വാക്കിന്ദ്രിയത്തെ ഇപ്പോൾ ഉണർത്തിയത്, എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കരണങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിച്ചത്, ആ പുരുഷനായിക്കൊണ്ട് നമസ്കാരം. അപ്പോ നമ്മുടെ പൗരുഷം എന്ന് പറയുന്നത് ആരുടെ പൗരുഷം? പുരുഷസ്യ ഇതം ഇതി പൗരുഷം. പുരുഷൻ എന്നാൽ ആരാണ്? നമ്മുടെ ഉള്ളിൽ ഈ പുരിയിൽ ശയിക്കുന്ന ആത്മാ, ഈശ്വരൻ. ആ ഈശ്വര അനുഗ്രഹമാണ് പൗരുഷം. അവനില്ലെങ്കിൽ നമ്മളിവിടെ ശവമായി കിടക്കും. എത്ര വലിയ എന്താ പറയുക പണ്ഡിതന്മാരാണെങ്കിലും ഈ പുരുഷൻ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഈ ശിവൻ പോയി കഴിഞ്ഞാൽ, പിന്നെ ശവമായി കഴിഞ്ഞാൽ പിന്നെ അവനോട് ആ പാണ്ഡിത്യമൊന്നും ഫലിക്കില്ല. അല്ലെ? ഐൻസ്റ്റീനോട്, മരിച്ചു കിടക്കുന്ന ഐൻസ്റ്റീനോട് ചെന്നിട്ട് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പിന്നെ അല്ലേ E=mc² എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ. ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീൻ മിണ്ടില്ല. അപ്പൊ പിന്നെ വലിയ കാര്യങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. എത്ര വലിയ പ്രഗത്ഭന്മാരാണെങ്കിലും ആ പുരുഷൻ ഉള്ളിലുള്ളത് കൊണ്ടാണ് പൗരുഷം. അപ്പൊ നമ്മൾ ആ പൗരുഷം വരുമ്പോഴൊക്കെ ഓർക്കേണ്ടത് ആ പുരുഷനെയാണ്. ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ, ആത്മചൈതന്യത്തെ ഓർത്തുകൊണ്ട് എന്റെ ഉള്ളിൽ ഏത് പുരുഷനാണോ ഉള്ളത് ആ പുരുഷൻ തന്നെയാണ് വിശ്വം മുഴുവൻ സകലരുടെയും ഉള്ളിലിരിക്കുന്നത്. ഈ എന്റെ ഉള്ളിലുള്ള പുരുഷന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റു പുരുഷന്മാരെ, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള പുരുഷനെ വേദനിപ്പിക്കുന്നതോ നിന്ദിക്കുന്നതോ അവർക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും എന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മൾ വിചാരിച്ചാൽ എല്ലാവരുടെയും പ്രവൃത്തി നല്ല പ്രവൃത്തിയായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ, പരസ്പരം കാണുമ്പോൾ ആദ്യം പറയുന്നത് തന്നെ നമസ്തേ എന്നാണ്. അത് ഉള്ളിൽ തട്ടിയാണ് പറയുന്നതെങ്കിൽ പിന്നീട് ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെയാവും. നിനക്ക് നമസ്കാരം, നിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്, പുരുഷന് നമസ്കാരം എന്നാണെങ്കിൽ ഇനി ആ നിന്റെ ഉള്ളിലിരിക്കുന്ന ആ പുരുഷന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഉള്ളിലെ പുരുഷനും നിന്റെ ഉള്ളിലെ പുരുഷനും ഒരേ പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ പുരുഷനെ സന്തോഷിപ്പിക്കുമ്പോൾ എന്റെ ഉള്ളിലെ പുരുഷനും സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിലെ പുരുഷനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് വ്യവഹാരത്തിലും ആരോട് വ്യവഹരിക്കുമ്പോഴും നമുക്ക് വരണം. അതിനാണ് ഈ പുരുഷന്റെ സ്മരണ. അതാണ് നമ്മുടെ പൗരുഷത്തിന്റെയൊക്കെ ബേസ്. ഇപ്പൊ നമ്മുടെ പൗരുഷം എന്നുള്ളത് ആ ഉള്ളിലുള്ള പുരുഷന്റെ അനുഗ്രഹമാണെന്ന് എപ്പോഴും ഓർക്കുക. മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള, ഈ ലോകത്തിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമാണെന്ന് അറിയുക.
അത് എത്രയോ ഘടകങ്ങൾ അനുകൂലമാകുമ്പോഴാണ് അത് ഉദ്ദേശിച്ച ഫലത്തെ നൽകുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഫാൻ കാറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെന്താ എന്റെ പങ്ക് എന്ന് ചോദിച്ചാൽ ആ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക എന്ന് മാത്രമാണ്. ഞാൻ ആകെ ചെയ്തത് ആ സ്വിച്ച് ഓൺ ചെയ്തു. എന്റെ പാതി, താൻ പാതി, ബാക്കിയൊക്കെ ദൈവം പാതി. എന്നുവെച്ചാൽ ഫാൻ ഉണ്ടാക്കിയത് ഞാനല്ല, കറണ്ട് കണ്ടുപിടിച്ചത് ഞാനല്ല, വയറിംഗ് ചെയ്തത് ഞാനല്ല, അതില് ഓരോ ഉപകരണങ്ങളും ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ ഫിറ്റ് ചെയ്തതല്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എത്രയോ ആളുകൾ എവിടെയൊക്കെയോ പണിയെടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് കറണ്ട് പവർ സപ്ലൈ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരിൽ എവിടെയെങ്കിലും പണി മുടക്കിയാൽ ഞാനിവിടെ എത്ര പ്രാവശ്യം സ്വിച്ച് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചെറിയൊരു അംശമേ നമ്മൾ ഏത് പ്രവൃത്തിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈശ്വരാനുഗ്രഹമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ നമ്മുടെ ചെറിയൊരു പ്രവൃത്തി പോലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് എണീച്ചു പോയി അവിടെ സ്വിച്ച് ഇടാനുള്ള ശക്തി എനിക്ക് തന്നത് എന്റെ ഉള്ളിലുള്ള ഈശ്വരനാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൗരുഷം ടോട്ടലി നമ്മൾ സറണ്ടർ ചെയ്യും. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കില്ല, അഭിമാനിക്കില്ല. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ മലമറിച്ചു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതൊക്കെ അസുര സ്വഭാവമാണ്. ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെയുള്ളതായിട്ടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അസുര സ്വഭാവമാണ്. ആ അസുര സ്വഭാവം അത് വരാതിരിക്കട്ടെ. നമുക്കൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ പുരുഷനെ, ഈശ്വരനെ സ്മരിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ പ്രവൃത്തികൾ. അപ്പൊ ഇവിടെ ദൈവേന അതിബലീയസാ, അതിബലീയസാ ദൈവേന സ്വപൗരുഷേ നഷ്ടേ. ആ വിധിയാൽ, ഈശ്വര നിശ്ചയത്താൽ ആ ദൈവം തന്നെ അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഏത് രൂപത്തില്? ഭഗവാൻ ഇവരുടെ കൂട്ടത്തിൽ ഒരാളായി വാസുകിയുടെ വാല് പിടിച്ച് നിൽപ്പുണ്ട്. ആ ഭഗവാനെയാണ് കുറച്ചു മുമ്പേ അസുരന്മാര് ധിക്കരിച്ചത്. എന്താ പറഞ്ഞത്? ആ ഞങ്ങളാരാ മക്കള്, അല്ലേ? ന ഗൃണ്ണീമോ വയം പുച്ഛം അഹേരംഗം അമംഗളം സ്വാധ്യായ ശ്രുതസമ്പന്നാഹ പ്രഖ്യാത ജന്മകർമ്മഭിഹി. ഭഗവാനെ നിന്ദിച്ചതാണ്. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ ശിരസ് പിടിച്ചു, ഞങ്ങളോട് വാല് പിടിക്കാനാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അസുരന്മാര് മര്യാദയ്ക്ക് വാല് പിടിച്ചിരുന്നാൽ അവിടെ പരീക്ഷണം ഉണ്ടാവില്ല. ഇവിടെ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട്, ഭഗവാനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ വാല് പിടിക്കില്ല, ഞങ്ങൾ തലയെ പിടിക്കുള്ളൂ എന്നുള്ളതായിട്ടുള്ള അസുര സ്വഭാവം പൊങ്ങി വന്നു. ആഹാ, എന്നാ പിന്നെ നിങ്ങൾ എന്താ ചെയ്യണം നോക്കട്ടെ എന്ന് ഭഗവാൻ ഇങ്ങോട്ടേക്കൊരു പണി കൊടുത്തതാണ് തൽക്കാലം. അതാണ് ദൈവേന അതിബലീയസ. ആ ദൈവം തന്നെയാണ് മൂർത്തിയായിട്ട് അവിടെ നിൽക്കുന്നത്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഭഗവാൻ വിചാരിച്ചാൽ ആ അതിരി താണൊന്നും പോവില്ല, അവിടെ സ്തംഭിപ്പിച്ച് നിർത്തും. പക്ഷെ ഭഗവാൻ ഒരു പണി ഇട്ട് കൊടുത്തതാണ് ഈ അസുരന്മാർക്ക്, പ്രത്യേകിച്ചും ദേവന്മാരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ടു കൂട്ടരും ഇപ്പതാ നിസ്സഹായരായി മുഖം പാടി അങ്ങനെ സുനിർവിണ്ണ മനസ്സഹ, നിരാശാഭരിതമായ മനസ്സോടുകൂടിയവരായി തീർന്നു. ആ സമയത്ത് ഭഗവാൻ ഇവരോടൊക്കെ ഉപദേശിച്ചു. അതെ, ഏത് കാര്യം ആരംഭിക്കുമ്പോഴേ ഈശ്വര സ്മരണയോടെ ആരംഭിക്കണം കേട്ടോ. ഈശ്വരനാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളത് ചെയ്തില്ല. ഞാൻ ഈശ്വരനാണെന്നൊന്നും പറഞ്ഞില്ല ഭഗവാൻ. നിങ്ങൾ എന്നെ ധിക്കരിച്ചു, അതുകൊണ്ടുണ്ടായതാണെന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ പരോക്ഷമായിട്ട് ഏതോ ഒരു ഈശ്വരനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വിഘ്നേശ്വരനെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ഏത് കാര്യം ആരംഭിക്കുമ്പോഴും ആ വിഘ്നേശ്വര സ്മരണയോടുകൂടി ആരംഭിക്കണം. അങ്ങനൊരു സിസ്റ്റം വെച്ചിരിക്കുന്നത് തന്നെ ഏത് കാര്യം ആരംഭിക്കുമ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്.
ഏത് കർമ്മം ആരംഭിക്കുമ്പോഴും ആ ജഗദീശ്വരനെ വിഘ്നേശ്വര ഭാവത്തിൽ പൂജിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് നമ്മുടെ പൂർവീകർ ഒരു വിധി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടില്ലെങ്കിൽ എപ്പോ വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ഭജിക്കാം എന്നാണ്. അവ്യവസ്ഥയാണെങ്കിൽ ആരും ഒന്നും ചെയ്യലുണ്ടാവില്ല. നമ്മൾ അത്രയും മിടുമിടുക്കന്മാരായതുകൊണ്ട്, എന്തിനും ഏതിനും തർക്കിക്കുന്നവരായതുകൊണ്ട്, ചോദ്യം ചെയ്യുന്നവരായതുകൊണ്ട്, വ്യവസ്ഥകളില്ലെങ്കിൽ നമ്മൾക്ക് ഒരു മര്യാദയും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ പൂർവികര് ബുദ്ധിമാന്മാരായിട്ടുള്ളവര് വെച്ചു, നിങ്ങൾ ഏത് കാര്യം ആരംഭിക്കുമ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവാനുള്ള വിധിയായിട്ട് ആ ഈശ്വരനെ വിഘ്നേശ്വര ഭാവത്തിൽ പൂജിക്കൂ. നമസ്തേ ഗണപതയേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ആ ഗണപതി പ്രത്യക്ഷ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. അപ്പോ ഇവിടെ പറയുന്നു, വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ അവിദദാഭിസന്ധി കൃത്വാ വപുഃ കാച്ഛപമത്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ അവിദദാഭിസന്ധി കൃത്വാ വപുഃ കാച്ഛപമത്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. ആ ഭഗവാനെ കുറിച്ച് പറഞ്ഞ 2-3 പേരുകൾ, ഈശ്വര, ദുരന്തവീര്യ, അവിദദാഭിസന്ധി, ഇതൊക്കെ ഭഗവാന്റെ പര്യായ ശബ്ദങ്ങളാണ് ഇവിടെ പറഞ്ഞത്, വിശേഷണങ്ങളായിട്ട്. ഭഗവാൻ ആരാണ്? ഈശ്വര. ഈശ്വര എന്തിനും പോന്നവൻ, എല്ലാ ശക്തിയുമുള്ളവൻ, എല്ലാറ്റിനെയും ഈശിക്കാൻ കഴിവുള്ളവൻ. അപ്പൊ ഈ പാലാഴിയിലേക്ക് ഈ മന്ദരം താഴ്ന്നു പോകുമ്പോൾ അതിനെ തടയാനും കഴിവുള്ളവൻ തന്നെ ആയിരുന്നു. എങ്കിലും തൽക്കാലം ഇവർക്കൊരു പരീക്ഷണം കൊടുത്തതാണ്. ദുരന്തവീര്യ. ദുരന്തവീര്യൻ എന്നാൽ അനന്തവീര്യൻ. അനന്തത്തിന്റെ മറ്റൊരു വാക്ക് തന്നെയാണ് ദുരന്തം. അനന്തം അന്തം ന വിദ്യതേ ഇത് അനന്ത. ദുരന്തം എന്ന് പറഞ്ഞാലോ ദുഃഖേന അന്തം പ്രാപ്തും ശക്യം. ഇതിന്റെ അന്തം കാണാൻ വളരെ ക്ലേശിക്കണം, അവസാനം കാണാൻ പ്രയാസമേറിയത് എന്നാണ് ദുരന്ത ശബ്ദത്തിന് അർത്ഥം. അന്തം ന വിദ്യതേന്ന് തന്നെ അർത്ഥം. അപ്പൊ അനന്തവീര്യ, ഓംനിപൊട്ടന്റ്, സർവശക്തൻ, എന്തിനും പോന്നവൻ, ഏത് പ്രവൃത്തിയും ചെയ്യാൻ കഴിവുള്ളവൻ. ദുരന്തവീര്യ, അനന്തവീര്യ. അവിദദ അഭിസന്ധി. അഭിസന്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയം. താൻ എന്താണോ നിശ്ചയിച്ചത്, അഭിസന്ധി, അത് വിതതമാവാത്തവൻ. വിതതം തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം. വിതതം ന തഥ, വിചാരിച്ച പോലെ അല്ലാതെ ഭവിക്കുന്നതിനാണ് വിതതം എന്ന് പറയുന്നത്. അവിതതം എന്ന് പറഞ്ഞാലോ തഥാ എന്ന് തന്നെയായി. തഥാ അപ്രകാരം, അതിന്റെ ഓപ്പോസിറ്റ് വിതതം, അതിന്റെ ഓപ്പോസിറ്റ് അവിതതം. അപ്പൊ ഡബിൾ ഓപ്പോസിറ്റ് കൊടുത്ത്, ഡബിൾ നെഗറ്റീവ് കൊടുത്ത് പോസിറ്റീവ് ആക്കി. ഭഗവാന്റെ അഭിസന്ധികൾ ഒരിക്കലും വ്യർത്ഥമാവുകയില്ല എന്നർത്ഥം. മിഥ്യയാകാത്ത, വ്യർത്ഥമാകാത്ത നിശ്ചയത്തോടുകൂടിയവൻ, സത്യസങ്കൽപ്പൻ എന്നർത്ഥം. ഭഗവാന്റെ സങ്കല്പങ്ങളൊക്കെ സത്യമായി തീരും. അപ്പൊ അങ്ങനെയുള്ള സത്യസങ്കല്പനായിട്ടുള്ള ഭഗവാൻ ഈശ്വരനാണ്. എന്തിനും അദ്ദേഹം വിഘ്നേശ വിധിം വിലോക്യ. ഇവിടെ വിഘ്നേശ്വരന്റെ വിധിയെ കണ്ടിട്ട്, ഇവിടെ വിഘ്നേശ വിധി എന്ന് പറഞ്ഞാൽ വിഘ്നേശ്വരന്റെ പ്രവൃത്തി. ഈശ്വര എന്താ പറയാ, നിങ്ങൾ ആരംഭത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വിഘ്നേശ്വര സ്മരണ. ഈശ്വരനെ വിഘ്നേശ്വര ഭാവത്തിൽ സ്മരിക്കാതെ, ഈശ്വര സ്മരണയില്ലാതെ അഹങ്കാരത്തോടുകൂടെ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ചാടി വീണതാണല്ലോ. അപ്പൊ ഈശ്വര സ്മരണയില്ലാതെ അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഇതുപോലെയുള്ള വിഘ്നങ്ങൾ വരും.
അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഏത് കാര്യം ആരംഭിക്കുമ്പോഴും ആ ഈശ്വര സ്മരണയോട് തുടങ്ങാനാണ് വിഘ്നേശ്വരനെ സ്മരിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വിനയം വരുന്നു, സമർപ്പണം വരുന്നു, അതുപോലെ കരുതലുണ്ടാകുന്നു, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു ആലോചന ഉണ്ടാവുന്നു. എല്ലാ എടുത്തുചാട്ടങ്ങളിൽ നിന്നും നമ്മളെ തടയുന്നതാണ് ഈ ഈശ്വര സ്മരണ. അവിവേകം കൊണ്ടാണ് നമ്മൾ ആപത്തുകളിൽ ചെന്ന് ചാടുന്നത്. ആ ആപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ, അവിവേകം പ്രവർത്തിക്കാതിരിക്കാൻ നമ്മൾക്ക് സത്വഗുണം ഉള്ളിൽ ഉണ്ടാവണം, വിവേകമുണ്ടാകണം. ആ വിവേകം ഉണ്ടാകാൻ ഈശ്വര സ്മരണ. അപ്പൊ ആ ഈശ്വര സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള വിധിയാണ് വിഘ്നേശ്വരനെ സ്മരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാതപ്പോ വിഘ്നേശ്വരൻ എന്ത് ചെയ്യും? തടസ്സം വയ്ക്കും. വിഘ്നേശ്വരനെ സ്മരിച്ചില്ലെങ്കിൽ വിഘ്നേശ്വരൻ നമുക്ക് പാര വയ്ക്കും. അവൻ തന്നെ തടസ്സം തന്നെ, അവൻ തുമ്പിക്കൈ കൊണ്ട് നമ്മുടെ മുമ്പിൽ ക്രോസ് വയ്ക്കും. അപ്പോ അവനെ പ്രാർത്ഥിച്ചാലോ അവൻ തന്നെ തുമ്പിക്കൈ മാറ്റി നമുക്ക് വഴിയൊരുക്കി തരും. അപ്പൊ അതിന്റെ ഒരു വിഘ്നേശവിധിം വിലോക്യ, ഈശ്വരന്റെ ആ വിഘ്നേശ്വരന്റെ പ്രവൃത്തിയെ കണ്ടിട്ട് എന്നാണ് അർത്ഥം. ഇതെല്ലാം ആ വിഘ്നേശ്വരന്റെ പണിയാണെന്ന് വെച്ചാൽ ഇവര് ഈശ്വര സ്മരണ ചെയ്യാത്തതിന്റെ റിസൾട്ടാണ് എന്ന് ഭഗവാൻ എവരോട് പറഞ്ഞു കൊടുത്തിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിച്ച് കൃത്വാവബുക്കാച്ഛപമത്ഭുതം മഹത്. കാച്ഛപം വപുഹു, കാച്ഛപം, കച്ഛപം എന്ന് പറഞ്ഞാൽ ആമ. കച്ഛപത്തെ സംബന്ധിച്ചത്, കച്ഛപസ്യ ഇതം ഇതി കാച്ഛപം. കച്ഛപത്തെ സംബന്ധിച്ചത് കാച്ഛപം, ആമയെ സംബന്ധിച്ച ശരീരം വപുഹു. അത് അത്ഭുതം മഹത്ത്. മഹത്ത് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കുന്നതും കാണുന്നവർക്ക് അത്ഭുതകരമായിരിക്കുന്നതും വായ പൊളിച്ചു പോകുന്നതുമായിട്ടുള്ള വലിയ കാച്ഛപ വപുവിനെ കൃത്വ ചെയ്തിട്ട് പ്രവിശ്യ തോയം, തോയം പ്രവിശ്യ, വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. ആമയ്ക്ക് വെള്ളത്തിലേക്ക് പ്രവേശിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഏത് കല്ലിന്റെ അടിയിലേക്കും ഏത് പാറയുടെ അടിയിലേക്കും തുരന്നു പോകാൻ പോലും കഴിവുള്ളതാണ് ആമ. അപ്പൊ തോയം പ്രവിശ്യ ഗിരിം ഉജ്ജഹാര, ഗിരിയെ ഉദ്ധരിച്ചു എന്നാണ്. ഉദ പ്ലസ് ജഹാര, ഉജ്ജഹാര. ഹര എന്നുള്ള ധാതുവിന്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ജഹാര, ലിട്ട് രൂപം. അതിന്റെ കൂടെ ഉദ എന്നുള്ളതായിട്ടുള്ള ഉപസർഗം ചേർത്തു, ഉയർത്തുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഉദ പ്ലസ് ജഹാര, ഉജ്ജഹാര, മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവന്നു എന്നർത്ഥം. അപ്പൊ തോയം പ്രവിശ്യ ഗിരിം ഉജ്ജഹാര, ഗിരിയെ പൊക്കിക്കൊണ്ടുവന്നു ഭഗവാൻ അത്ഭുതകരമായിട്ടുള്ള ആ കാച്ഛപ വപുസ്സിനെ ധരിച്ചുകൊണ്ട്. അപ്പോ ദേവന്മാരും അസുരന്മാരും നിരാശരായിരിക്കുമ്പോഴാണ് ഇതാ പൊങ്ങി വരുന്നു പർവ്വതം. അത് കാണുകയാണ് അവര്. സ്തമുത്ഥിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്ഥിതാ നിർമ്മതിതും സുരാസുരാഃ ദധാര പൃഷ്ഠേന സലക്ഷയോജന പ്രസ്താരിണാ ദ്വീപ ഇവാപരോ മഹാൻ. തമുത്ഥിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്ഥിതാ നിർമ്മതിതും സുരാസുരാഃ ദധാര പൃഷ്ഠേന സലക്ഷയോജന പ്രസ്താരിണാ ദ്വീപ ഇവാപരോ മഹാൻ. സുരാസുരാഃ, ആ ദേവന്മാരും അസുരന്മാരും, തം കുലാചലം പുനഃ ഉത്തിതം വീക്ഷ്യ, ആ കുലപർവ്വതം അന്തരപർവ്വതം പുനഃ വീണ്ടും ഉത്തിതം വീക്ഷ്യ ഉയർന്നു വരുന്നത് കണ്ടിട്ട് അവരോ നിർമ്മതിതും സമുത്ഥിതാഹ, അതിനെ വീണ്ടും മദനം ചെയ്യാനായിക്കൊണ്ട് പൊങ്ങി വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സമുത്ഥിതാഹ, എല്ലാവരും ഉഷാറായി നേരത്തെ ഉത്ഥാനം ചെയ്തു. അവരെല്ലാം ജാഗ്രതയോടെ പുറപ്പെട്ടു. അപ്പോ ഈ അടിയിൽ ആമയായിട്ട് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ആരാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ടോന്ന് അറിയില്ല, അവർക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്തോ യാദൃച്ഛികമായി സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെയൊക്കെ പോലെ. അല്ലെ, നമ്മള് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് രൂപത്തിലാണ് ഈശ്വരാനുഗ്രഹം വരിക എന്നറിയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അത് യാദൃച്ഛികം, അല്ലെങ്കിൽ എന്റെ ഭാഗ്യം, എന്റെ കഴിവ്, ഞാൻ ചെയ്ത സുഹൃതഫലം എന്നൊക്കെ നമ്മൾ അതിൽ അഭിമാനിക്കും. അത് ഈശ്വരാനുഗ്രഹം ആണ് എന്ന് പലപ്പോഴും കരുതില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായോ ഈ ആമ ആരാണെന്ന്?
എന്തായാലും ഭഗവാൻ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ദേവാസുരന്മാര് സമുത്ഥിതാഹ നിർമ്മതിതും മഥനം ചെയ്യുവാനായിക്കൊണ്ട് സമുത്ഥാനം ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു? ദദാര പൃഷ്ടേന സലക്ഷയോജന പ്രസ്താരിണ ദീപൈവാപരോ മഹാൻ. ആ ഭഗവാൻ മഹാൻ ദീപഃ അപരഃ മഹാൻ ദീപഃ ഇവ, അപരമായ മറ്റൊരു മഹത്തായ ദ്വീപിനെ പോലെ. ഏതാണ് മഹത്തായ ദ്വീപ്? ജംബൂ ദ്വീപ് എന്ന് പറയാം. ദ്വീപുകളിൽ വെച്ച് 7 ദ്വീപുകളാണ്. സപ്തദ്വീപവതിയാണ് മഹി. അതിൽ ഏറ്റവും മഹത്തായ ദ്വീപം ജംബൂ ദ്വീപം. അപ്പോ അപരഹ മഹാൻ ദീപഹ ഇവ എന്ന് പറഞ്ഞാൽ മറ്റൊരു മഹാദ്വീപം പോലെ, ഒരു ഐലൻഡ് പോലെ, ഒരു ഭൂഖണ്ഡം പോലെ, ജംബൂദ്വീപം പോലെ ലക്ഷയോജന പ്രസ്താരിണ പൃഷ്ടേന. ലക്ഷയോജനം പ്രസ്താരം, അതിന്റെ വലുപ്പം, പ്രസ്താരം വികസിച്ച് കിടക്കുന്നത് 1,00,000 യോജന. അങ്ങനെ 1,00,000 യോജന പ്രസ്താരിയായിരിക്കുന്ന പൃഷ്ടേന, പൃഷ്ഠഭാഗം കൊണ്ട്, മുതുകുകൊണ്ട്, സഹ ദദാര, ആ ഭഗവാൻ ആ പർവ്വതത്തെ ധരിച്ചു നിന്നു. അപ്പൊ ഭഗവാന്റെ ആദിയും അന്തവുമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഭഗവാൻ ആമയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് അറിയണമെങ്കിൽ പോലും ആമയുടെ അവയവങ്ങളൊക്കെ മൊത്തത്തിൽ പോയി കാണണം. തലയെവിടെയാണ്, മുൻകാലുകൾ എവിടെയാണ്, പുറകിലെ കാലുകൾ എവിടെയാണ്, വാലെവിടെയാണ് എന്നൊക്കെ ചുറ്റി നടന്ന് കണ്ടാലേ അത് ആമയുടെ രൂപമാണെന്ന് പോലും തിരിച്ചറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള 1,00,000 യോജന വിസ്താരമേറിയതായിട്ടുള്ള മുതുകോടുകൂടിയ ആ വലിയ ആമയായി മറ്റൊരു ദ്വീപിനെ പോലെ ഭഗവാൻ അവിടെ ഈ പർവ്വതത്തെ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയുള്ള ദേവാസുരന്മാർക്ക് ഭഗവാനെ മനസ്സിലായോ അറിയില്ല, അല്ലേ? എന്തായാലും അവര് പിന്നെയും മഥനം തുടരുന്നു. സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തദാവർത്തനമാദികച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തദാവർത്തനമാദികച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. ആ ഭഗവാനെ ഇവിടെ എന്താ വിശേഷിപ്പിച്ചത്? അപ്രമേയ എന്നുള്ള പദമാണ്. അപ്രമേയ, അപ്രമേയ അറിവിന് വിഷയമല്ലാത്തവൻ എന്നാണ്. പ്രമ എന്ന് പറഞ്ഞാൽ അറിവാണ്, ശരിയായ അറിവ്, അതാണ് പ്രമ. അത് അറിയാനുള്ള ഉപകരണങ്ങളാണ് പ്രമാണങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ഒക്കെ പ്രമാണമാണ്. എന്താ? അറിയാനുള്ള ഉപകരണം, പ്രമാകരണം, പ്രമാണം. അത് ഭൗതിക വസ്തുക്കളെയൊക്കെ അറിയാനേ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളെ കൊണ്ടൊക്കെ സഹായിക്കുള്ളൂ, അല്ലെ? ഓരോ സ്കോപ്പുകൾ ഓരോ കാര്യങ്ങൾ അളക്കാനാണ്. എല്ലാ സ്കോപ്പ് കൊണ്ട് എല്ലാ കാര്യമൊന്നും അളക്കാൻ പറ്റില്ല. പ്രത്യേകം സ്കോപ്പ് വേണം. എന്നതുപോലെ നമ്മുടെ കയ്യില് കണ്ണുകൊണ്ട് രൂപങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, സ്ഥൂല രൂപങ്ങളെ കാണാൻ. ചെവി കൊണ്ട് ശബ്ദങ്ങൾ മാത്രം, നമ്മുടെ ഫ്രീക്വൻസിയിൽ പെടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രം കേൾക്കാൻ. നാവ് കൊണ്ട് നമുക്ക് രുചിക്കാൻ പറ്റുന്ന പരിമിതികളുണ്ട്. സ്പർശേന്ദ്രിയം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിട്ടുള്ള സ്പർശങ്ങളുണ്ട്. അതുപോലെ ഘ്രാണേന്ദ്രിയം കൊണ്ട് നമുക്ക് മണക്കാൻ പറ്റുന്നതായിട്ടുള്ള ഗന്ധങ്ങളുണ്ട്. ഇതൊക്കെ പ്രമാണങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ഉപകരണങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ. അതുകൊണ്ട് അവയ്ക്ക് പ്രമാണം എന്ന് പേര്. അപ്പൊ പ്രമയെ ഉണ്ടാക്കുന്നത് പ്രമാണം. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ പോരാ. അതുകൊണ്ടാണ് അവിടെ പ്രത്യക്ഷമല്ലാത്ത പ്രമാണമാണ് അനുമാനം. ഇവിടെ അനുമാനം പോലും ഈശ്വരനെ സംബന്ധിച്ച് പോരാത്തതാണ്. ഈശ്വരന്റെ മഹത്വം അറിയാൻ നമ്മുടെ ബുദ്ധി, യുക്തി ഒന്നും പോരാ. അതിനൊക്കെ അപ്പുറത്താണ്. അവിടെയാണ് വേദങ്ങളാണ്, ഉപനിഷത്തുക്കളാണ് ഈശ്വരനെ കുറിച്ചിട്ടുള്ള പ്രമാണം. ഈശ്വരനെ നമുക്ക് അറിയിച്ചു തരാൻ നമുക്ക് ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ, അത് വേദവാക്കുകൾ. ആഗമം, ശബ്ദം എന്നൊക്കെ പറയുന്ന ആ ശബ്ദമാണ് ഈശ്വര വിഷയത്തിൽ പ്രമാണം. പൂർവീകരായിട്ടുള്ള
ഈശ്വര സാക്ഷാത്കാരം നേടിയവരായ ഋഷീശ്വരന്മാർ പറയുന്ന വാക്കുകൾ. അവർ കണ്ടിട്ടാണ് പറയുന്നത്, അറിഞ്ഞിട്ടാണ് പറയുന്നത്. എങ്ങനെ കണ്ടു എന്നുള്ളത് നമ്മുടെ കണ്ണുകളെ കൊണ്ടല്ല അവർ കണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നതല്ല അവർ കാണുന്നത്. അപ്പൊ അങ്ങനെ ആ ശബ്ദപ്രമാണം കൊണ്ട് മാത്രമേ ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ. അതുപോലും പരിമിതമാണ്, ചൂണ്ടുപലകകൾ മാത്രമാണ്. ശബ്ദപ്രമാണം എന്നുള്ളത് ഈശ്വരനിലേക്കുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അവൻ പ്രമേയമല്ല. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമ കൊണ്ട്, പ്രമാണം കൊണ്ട് ഒക്കെ അറിയേണ്ട വിഷയം പ്രമേയം. ഇവനോ അപ്രമേയൻ, ഒരു കരണങ്ങളെ കൊണ്ടും അറിയാൻ കഴിയാത്തവൻ അപ്രമേയൻ, അളവില്ലാത്തവൻ. ഒരു ഉപകരണങ്ങളെ കൊണ്ടും അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്തവൻ. ഇവൻ ഇത്രേ ഇന്നതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർവചിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കാത്തവൻ. അപ്പൊ ഭഗവാന്റെ ആ വലുപ്പത്തെ കൂടി സൂചിപ്പിക്കുന്ന പദമാണ് ഇവിടെ അപ്രമേയ. കാരണം അത്രയും 1,00,000 യോജന വിസ്താരമേറിയ മഹാശക്തനായ ആ ഭഗവാന്റെ, സർവവ്യാപിയായ ഭഗവാന്റെ ആ വലുപ്പത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്രമേയ. അങ്ങനെയുള്ള അപ്രമേയനായിട്ടുള്ള ഭഗവാൻ എന്താ ഇവിടെ അപ്രമേയം എന്ന് പറഞ്ഞത്? സുരാസുരേന്ദ്രൈ ഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിം. ആ ഗിരി, പർവ്വതം പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ? ആ അസുര ഇന്ദ്രൈഹി, ദേവാസുരന്മാരാൽ, അവരുടെ ശ്രേഷ്ഠന്മാരാലൊക്കെ അവരുടെ ഭുജവീര്യങ്ങളാൽ വേപിതം, നല്ലതുപോലെ ചലിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ദേവാസുരന്മാരുടെ ഭുജവീര്യം കൊണ്ട് ചലിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ആ ഗിരിം, ഹേ അംഗ എന്നുള്ളത് പരീക്ഷത്തിനെ ശുഖബ്രഹ്മർഷി സംബോധന ചെയ്യണം. അല്ലയോ പൂജ്യനായിട്ടുള്ള പരീക്ഷത്തെ, കേൾക്കൂട്ടോ. ആ പൃഷ്ഠത ബിഭ്രത്, ഭഗവാൻ ആ തന്റെ പൃഷ്ഠം കൊണ്ട് അതിനെ ഭരിച്ചു. ഇതിനെ തദാവർത്തനം, ആ ഇതിന്റെ കറക്കം. ആവർത്തനം എന്ന് പറഞ്ഞാല് കറക്കം, മുകളിലുള്ളതായിട്ടുള്ള കറക്കം. ആരാണ് ഭഗവാൻ? ആദികച്ചപഹ, ഏറ്റവും ആദിയിലുണ്ടായ കച്ചപൻ, ആദ്യത്തെ കച്ചപൻ, കച്ചപങ്ങളിൽ വെച്ച് ആദ്യൻ, വലിയ കച്ചപൻ എന്നൊക്കെ അർത്ഥം. ആ വലിയ ആമയായി അവതരിച്ചതായിട്ടുള്ള അപ്രമേയനായിട്ടുള്ള ഭഗവാൻ എന്ത് കരുതി? മേനേ എന്ന് പറഞ്ഞാൽ മനിച്ചു, കരുതി. എന്താ കരുതിയത്? അംഗകണ്ടൂയനം മേനേ. അംഗകണ്ടൂയനം എന്ന് പറഞ്ഞാൽ, അംഗം എന്ന് പറഞ്ഞാൽ ശരീരാവയവങ്ങള്, കണ്ടൂയനം എന്ന് പറഞ്ഞാൽ ചൊറിയുക. കണ്ടൂതി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ്, കണ്ടൂയനം എന്ന് പറഞ്ഞാൽ ചൊറിയുക എന്നുള്ള പ്രവൃത്തി. അപ്പൊ അംഗകണ്ടൂയനം മേനി എന്ന് പറഞ്ഞാലോ, തന്റെ മുതുക് ചൊറിഞ്ഞു കൊടുക്കുന്നതായിട്ടൊരു സുഖമായിട്ട്, ലാഘവത്തോടെ, സന്തോഷമായിട്ട് ഭഗവാൻ, ഈ അപ്രമേയനായ കച്ചപരൂപിയായ ഭഗവാൻ ഈ പർവ്വതം വളരെ ശക്തന്മാരായിട്ടുള്ള ദേവാസുരന്മാരാൽ അവരുടെ എല്ലാ ആവേശത്തോടും കൂടെ, അല്ലെ, താഴ്ന്നുപോയ പർവ്വതം പൊങ്ങി വന്ന ആവേശമൊക്കെ ഉണ്ടവർക്ക്. അപ്പൊ ആ ഒരു ആവേശത്തോടെ അവർ കറക്കുമ്പോ, ശക്തമായിട്ട് കറക്കുമ്പോ, ഈ വലിയ പർവ്വതം ഭഗവാന്റെ മുതുകത്ത് തിരിയുമ്പോ ഭഗവാന് അത് വെറും ഒരു മസാജായിട്ട് അനുഭവപ്പെട്ടു. ഇവിടുത്തെ എന്താ പറയുക, കണ്ടൂയനം എന്നുള്ളത് ചൊറിച്ചിൽ എന്ന് പറഞ്ഞാലും മസാജ് ചെയ്യുക എന്ന് പറയും നമ്മൾ, അല്ലെ. നമ്മളെ തലയിൽ ആരെങ്കിലും അങ്ങനെ ഞെരടി തന്നാൽ, ചൊറിഞ്ഞു തന്നാൽ നല്ല സുഖമാണ്. ഉച്ച ഊണൊക്കെ കഴിഞ്ഞൊന്ന് മയങ്ങുമ്പോ ആരെങ്കിലും മുതുകത്തൊക്കെ ഒന്നിങ്ങനെ തലോടി ചൊറിഞ്ഞൊക്കെ തന്നാലൊക്കെ നമുക്ക് നല്ല സുഖമാണ്. ആണെങ്കിൽ കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞൊക്കെ തന്നാൽ നല്ല സുഖമാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു സുഖം അനുഭവിച്ചു ആര്? ഭഗവാൻ. ഒരു മസാജിന്റെ സുഖമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വലുപ്പത്തെ കുറിച്ചൊന്ന് ആലോചിക്കാം. അദ്ദേഹം അല്ലാതെ ക്ലേശിച്ച് ബലം പിടിച്ച് ഈ പർവ്വതത്തെ പൊക്കി നിന്നു, അയ്യോ കഷ്ടം, നമ്മളൊക്കെ ചെന്ന് താങ്ങിക്കൊടുക്കണം എന്ന് ഇവിടെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് അപ്രമേയ എന്ന പ്രയോഗം. അപ്പൊ അപ്രമേയനായിട്ടുള്ള ഭഗവാൻ, അനന്തശക്തിയോടുകൂടിയതായിട്ടുള്ള ഭഗവാൻ തന്റെ മുതുകത്ത് ഈ വലിയ പർവ്വതം ദേവാസുരന്മാർ അതിശക്തിയോടെ കൂടി പിടിച്ച് കറക്കുമ്പോൾ അത് വെറും ഒരു മുതുക് ചൊറിഞ്ഞു കൊടുക്കുന്ന, മസാജ് ചെയ്യുന്ന ഒരു ഫീലായിട്ട് നല്ല രസിച്ചിങ്ങനെ ആസ്വദിച്ചു.
ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഭഗവാന്റെ മഹത്വം ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഭഗവാന്റെ മഹത്വം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്രമേയ എന്നുള്ളതായിട്ടുള്ള പ്രയോഗത്തിന് മറ്റൊരർത്ഥം ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവൻ എന്നാണല്ലോ. ഇവിടെ ആമയും പൊതുവെ നമ്മൾ ജലാശയങ്ങളിലൊക്കെ ആമയുണ്ടെങ്കിലും അത് ഒളിഞ്ഞിരിക്കുകയാണ് അതിന്റെ സ്വഭാവം. വല്ലപ്പോഴും അത് പുറത്തേക്ക് വന്ന് കിടക്കുള്ളൂ. അത് കിണറുകളാണെങ്കിലും കുളങ്ങളാണെങ്കിലും കിടങ്ങുകളാണെങ്കിലും നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക് ചുറ്റും വലിയ കിടങ്ങുണ്ട്. അതിൽ നിറയെ ആമയുണ്ട്. അതിന്റെ ഭക്ഷണം ഹനുമാൻ സ്വാമിയുടെ ഉഴുന്നുവടയാണ് മെയിനായിട്ട്. ഇവര് ബാക്കി വരുന്ന വടകളൊക്കെ അല്ലെ, വഴിപാട് ചെയ്ത വടകള് ഡെയിലി ക്ലെയിം ചെയ്യാത്തതുണ്ടാവും. അപ്പൊ അതൊക്കെ അവിടെയുള്ള ജോലിക്കാര്, ക്ഷേത്രത്തിലുള്ള ജോലിക്കാർ ഈ ആമകൾക്ക് ഇട്ട് കൊടുക്കുക. എത്രയോ വലിയ വലിയ ആമകളുണ്ട്, നിറയുണ്ട്. ആളുകൾ അവിടെ അങ്ങനെ നോക്കി നിൽക്കും. ആ പാലം കിടക്കുന്ന ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് രണ്ടു വശത്തും ധാരാളം ആമകളുണ്ട്. അപ്പൊ അവർക്ക് നല്ല മൃഷ്ടാന്നമാണ് ഈ വട, ഹനുമാൻ സ്വാമിയുടെ വട. അവർ കഴിച്ച് നല്ല തടിച്ചു കൊഴുത്ത് മിടുക്കന്മാരായിട്ടിരിപ്പുണ്ട്. അപ്പൊ ആ വട തിന്നാൻ വേണ്ടിയിട്ടാണ് അവര് അവിടെ വന്ന് കാവല് കിടക്കുന്നത്. അല്ലെങ്കിൽ അവരെ കാണില്ല. ജലാശയങ്ങളില് ഉള്ളിലേക്ക് താഴ്ന്നു കിടന്ന് ഈ കിണറുകളൊക്കെ പൊളിക്കും. കിണറിന്റെയൊക്കെ കല്ലുകൾക്കിടയിലൂടെ പോയിട്ട് അതിനെ ഇങ്ങനെ ഇളക്കി 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 അത് കല്ലൊക്കെ താഴേക്ക് വീഴും. കുറെ ആമകൾ ഒരു കിണറ്റിലുണ്ടെങ്കിൽ ആ കിണറിന്റെ കെട്ടൊക്കെ ഒലഞ്ഞ് കിണർ പൊളിഞ്ഞു വീഴുന്ന കാണാം. അതുകൊണ്ട് ആമയെ ആരും കിണറ്റിൽ വളർത്തിക്കൂടാ, അത് കിണർ പൊളിക്കും. അപ്പൊ ചെറിയ ജലാശയങ്ങളിലൊന്നും ആമയെ വളർത്തിക്കൂടാ. അപ്പൊ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന, പതുങ്ങിയിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് കാണാൻ കിട്ടാത്തവനാണ് അപ്രമേയൻ. ഇവിടെയും ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് അന്തര്യാമിയായി ഹൃദയ ഗുഹയില് ഈ ആമ മറഞ്ഞിരിക്കും പോലെ മറഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ആമയുടെ റോള് ദേവാസുരന്മാര് കണ്ടുവോ എന്നറിയില്ല. ഈ ആമയാണ് തങ്ങളെ സഹായിച്ചിരിക്കുന്നതെന്ന് കണ്ടുവോ? ദേവാസുരന്മാർ ഇവിടെ എവിടെയും പറഞ്ഞില്ല. എവിടെയും പറഞ്ഞോ? ഇവര് കണ്ടു എന്ന് പറഞ്ഞില്ല. ആ ആമയെ സ്തുതിച്ചു എന്ന് പറഞ്ഞില്ല. ആമയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞില്ല. ആമയോട് കൃതജ്ഞത പറഞ്ഞു എന്ന് കണ്ടില്ല. അപ്പൊ ദേവാസുരന്മാര് ആമയെ കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ വ്യക്തമല്ല. ഇനി വേറെ ഏതെങ്കിലും പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇല്ല. അപ്പൊ ഭഗവാന്റെ ആ വലുപ്പം കൊണ്ട് ഇവര് കണ്ടില്ല. അതുപോലെ നമ്മളും കിണറ്റിൽ കിടക്കുന്ന ആമകളെ കാണുന്നില്ല. അതുപോലെ അപ്രമേയനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഹൃദയ ഗുഹയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്ന നാമരൂപങ്ങളിലൊക്കെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ സത്തയായിരിക്കുന്ന, ചൈതന്യമായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നവനല്ല ഈ ഭഗവാൻ എന്ന അപ്രമേയൻ. നമ്മള് ശബ്ദത്തിൽ നിന്ന് ഗ്രഹിക്കണം. ഏത് ശബ്ദത്തിൽ നിന്ന്? വേദശബ്ദങ്ങളിൽ നിന്ന്. ഈശാവാസ്യമിതം സർവം പുരുഷയേവേദകം സർവം സർവം കൽവിതം ബ്രഹ്മ സർവം വിഷ്ണുമയം ജഗത് ഇത്യാദി ശബ്ദപ്രമാണങ്ങളിൽ നിന്ന് ഈ അപ്രമേയനെ നമ്മൾ തിരിച്ചറിയണം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ അറിഞ്ഞ് ഈ വിശ്വത്തെ തന്നെ ഈശ്വര രൂപമായി കണ്ട് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കണം. നമുക്ക് ആവശ്യമില്ലാതെ നശിപ്പിക്കരുത് ഈ പ്രകൃതിയും. അപ്രമേയ. അപ്പൊ ഈ ഒരു മറഞ്ഞിരിക്കുന്ന ഈശ്വര തത്വം. ഇനി ആമയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അല്ലേ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ അപ്രമേയനെ കാണാനും പറ്റുള്ളൂ. അതും സൂചിപ്പിക്കുകയാണ് അവിടെ. അമ കൂർമോങ്കാനീവ സർവശഃ. ഗീതയിൽ പറയും, യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ. കൂർമ്മം തന്റെ അംഗാനി സർവശഃ യഥാ സംഹരതേ. എല്ലായിടത്തുനിന്നും എങ്ങനെ സംഹരിക്കുന്നുവോ അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാമർഥ്യമുള്ള
വിവേകികൾക്ക് മാത്രമേ ഈശ്വരനെ ദർശിക്കാൻ കഴിയുകയുള്ളൂ. അതിനാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ദീപസ്തംഭം വയ്ക്കുന്നത് ആമയുടെ പുറത്ത് വെച്ചിരിക്കുന്നത്. കൂർമ്മപീഠത്തിലാണ് വലിയ ദീപസ്തംഭങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ കൂർമ്മം ഭഗവാനെ നോക്കി കിടക്കുന്നത് കാണാം. ഭഗവാൻ അഭിമുഖമായിട്ടാണ് ആ കൂർമ്മം. ആ കൂർമ്മം നമ്മളോട് പറയണം, നിങ്ങളും എന്നെ പോലെ ആവും. ആ കൂർമ്മത്തെ കാണുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം കൂർമ്മത്തെ പോലെ ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരായി മാറണം. അപ്പൊ ആ കൂർമ്മത്തിന്റെ പുറത്ത് എന്താ ഉള്ളത്? ദീപം അല്ലെ? ദീപം ജ്വലിക്കുന്ന ആ ദീപം ആരെ കാണിച്ചു തരണു? ഈശ്വരനെ കാണിച്ചു തരുന്നു. ഈശ്വരനെ പ്രകാശിപ്പിക്കുന്നതാണ് ദീപം. ആ ദീപം ഈ നമ്മൾ കൂർമ്മത്തെ പോലെ ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരായാൽ ഈ ദീപം പോലെയുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളില് പ്രകാശിക്കും. ആ ജ്ഞാനപ്രകാശം കൊണ്ട് വേണം ഈശ്വരനെ ദർശിക്കാൻ. ഇന്ദ്രിയങ്ങൾ അടക്കുമ്പോൾ ജ്ഞാനപ്രകാശമുണ്ടാകും. ആ ജ്ഞാനപ്രകാശം കൊണ്ട് ഈശ്വരനെ കാണാം, അപ്രമേയനെ കാണാം. അപ്രമേയനെ കാണാൻ ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ മടക്കുക. ചില പ്രയോഗങ്ങളിൽ കട്ടയും പടവും മടക്കിയിട്ട് അങ്ങോട്ട് വിട്ടോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ടൂൾസൊക്കെ അങ്ങോട്ട് മടക്കി വെക്കുക. അഹങ്കാരം ശമിക്കുക. അതോടുകൂടി ഇതുകൊണ്ടൊന്നും ആവില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതടക്കും. അങ്ങനെ കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം ഭഗവാനെ കാണാൻ. അപ്പൊ അതാണ് ഇവിടുത്തെ ഭഗവാന്റെ അപ്രമേയ ശബ്ദം കൊണ്ട് ഒരുപാട് അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. ചിന്തിക്കുക. ആ സർവവ്യാപിയായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത, വേദങ്ങളെ കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ആ അപ്രമേയനെ നമുക്ക് എല്ലായിടത്തും അറിയാൻ കഴിയട്ടെ. ഈശ്വര സാന്നിധ്യം എപ്പോഴും എല്ലായിടത്തും അനുഭവിക്കുമാറാകട്ടെ. സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തദാവർത്തനമാദിഗച്ഛവോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. തദാസുരാൻ ആവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുഃ ദൈവേന നാഗേന്ദ്രമബോധരൂപഃ. തദാസുരാനാവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുഃ ദൈവേന നാഗേന്ദ്രമബോധരൂപഃ. പിന്നെയും മദനം തുടരുകയാണ്. മദനം തുടരുമ്പോൾ ദേവന്മാർ തളരുന്നു, അസുരന്മാർ തളരുന്നു, നാഗേന്ദ്രനായ വാസുകിയും തളരുന്നു. 3 പേരുടെയും ശക്തി പോയി അവശന്മാരായി തുടങ്ങി. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരൊക്കെ തളർന്നു തുടങ്ങിയപ്പോൾ ഭഗവാൻ തന്നെ അവരറിയാതെ അവരിലേക്ക് ശക്തി കൊടുത്തു. അതാണ് തഥാ. അപ്പോൾ അസുരാൻ ആവിശത് ആസുരേണ രൂപേണ. അസുരാൻ ആവിശത്, അസുരന്മാരുടെ ഉള്ളിലേക്ക് ആവേശിച്ചു. ആസുരേണ രൂപേണ, അവരുടെ ഉള്ളില് ആസുര രൂപമായിട്ട് എന്ന് പറഞ്ഞാല് രജോ ഗുണമായിട്ട്. അസുരന്മാർക്ക് രജോ ഗുണമാണ് പ്രധാനം. അപ്പൊ രജോ ഗുണം അവരുടെ ഉള്ളിൽ വർദ്ധിച്ചു. രജോ ഗുണം വർദ്ധിച്ചാൽ ഉത്സാഹവും അതുപോലെ മത്സരവും ഒക്കെ വർദ്ധിച്ചു വരും. അപ്പൊ ദേവന്മാരോടുള്ള ഒരു മത്സര ബുദ്ധി, അങ്ങനെ വിട്ടാ പറ്റില്ല, ഇത് പണി കഴിച്ചിട്ടേ വേറെ പണിയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു മത്സര ബുദ്ധി ഉള്ളിൽ വരും. അതാണ് ആസുരേണ രൂപേണ, അഹങ്കാരമൊക്കെ ആയിട്ട്. തേഷാം ബലവീര്യം ഈരയൻ, അവരുടെ ആ ബലവും വീര്യവുമെല്ലാം പ്രവർത്തിപ്പിക്കുന്നവനായിട്ട്. ഈരയൻ എന്ന് പറഞ്ഞാൽ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട്. പ്ര പ്ലസ് ഈര് ധാതുവാണ് പ്രേരണ. ഈരണം എന്നുള്ളതില് പ്രകാരം പ്ര എന്ന ഉപസർഗം ചേർക്കുമ്പോൾ പ്രേരണയായിട്ട് മാറും. അപ്പൊ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട്, അവരുടെ ബലവീര്യങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അസുര രൂപത്തിൽ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണു ദൈവേന. ദേവഗണാൻ ദൈവേന രൂപേണ വിഷ്ണു ഉദ്ദീപയൻ. ദേവഗണങ്ങളെ, ദേവസമൂഹത്തില് ദൈവേന രൂപേണ, ദൈവേന രൂപേണ എന്ന് പറഞ്ഞാൽ ദൈവീ സമ്പത്തായിട്ട്
ബലമൊക്കെ ആയിട്ട് സത്വമായിട്ട് മനോധൈര്യം, ബുദ്ധിശക്തി, ഇന്ദ്രിയ ബലം, സത്വഗുണം എല്ലാമായിട്ട് നടത്താം. ഊർജ്ജസ്വലത കൊടുത്തുകൊണ്ട്, ഉത്സാഹം കൊടുത്തുകൊണ്ട്, കാര്യം കാണാതെ ലക്ഷ്യം എത്താതെ നമ്മൾ പണി നിർത്താൻ പാടില്ല എന്നുള്ള ആ ഒരു സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന സ്ഥിരത. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ലക്ഷ്യം പ്രാപിക്കുന്നത് വരെയുള്ള ഒരു ദൃഢമായിട്ടുള്ള നിശ്ചയം, ഇതൊക്കെ സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുക. സ്ഥിതി സത്വഗുണത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ സ്ഥിതി ബുദ്ധി അവരുടെ ഉള്ളില് ഉണ്ടാക്കിക്കൊണ്ട്, അതാണ് ദൈവേന രൂപേണ ദേവഗണാൻ ഉദ്ദീപയൻ. ആരാ? വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പ്രവേശിച്ചിരിക്കുന്നവനാണ്. വിശതി വ്യാപ്നോതീതി വിഷ്ണു. എല്ലാവരുടെ ഉള്ളിലും ഊർജമായി, സത്വഗുണമായി, അസുരന്മാരുടെ ഉള്ളിൽ രജോഗുണമായി, അതുപോലെ നാഗേന്ദ്രം അബോധരൂപ. നാഗേന്ദ്രം വാസുകിയുടെ ഉള്ളില് അബോധരൂപ. അബോധരൂപം എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ്. ബോധരൂപമല്ല. ബോധരൂപം സത്വഗുണമാണ്, അബോധരൂപം തമോ ഗുണമാണ്. അപ്പൊ തമോ ഗുണം ആണ് ആർക്ക് വേണ്ടത്? വാസുകിക്ക് വേണ്ടത്. എന്താണ്? ശരീരവേദന അറിയാതിരിക്കാനുള്ള ഒരു ആലസ്യം, ഒരു എന്താ പറയുക, നമ്മള് ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താ കുത്തിവെക്കുക? മറന്നുപോകും. അനസ്തേഷ്യ അല്ലേ? വേണമെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ, അല്ലെങ്കിൽ മൊത്തത്തില് ശരീരം മുഴുവൻ ബോധമില്ലാതാവാൻ, മരവിച്ച പോലെ ആവാൻ ഒക്കെ ഉള്ളതായിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കും. ബോധമില്ലായ്മയാണ്. അതുപോലെ തമോ ഗുണം ഒരു ആലസ്യമായി, നമുക്ക് രാത്രിയിലെ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ വേദനകളൊക്കെ നമ്മൾ മറക്കും അല്ലേ? ഉറക്ക ഗുളിക മേടിക്കും വേദനയുള്ളവര്. ആ ഗുളിക കഴിച്ചിട്ടെങ്കിലും ഒന്ന് ഉറങ്ങാനായിട്ട്. ഇവിടെ ഭഗവാനാണ് ഈ വാസുകിയുടെ ഉള്ളില് തമോ ഗുണമായി അബോധരൂപനായി നാഗേന്ദ്രനെ അനുഗ്രഹിച്ചു, വേദനയൊന്നും അനുഭവിക്കാതിരിക്കാൻ. അങ്ങനെ മൂന്ന് കൂട്ടർക്കും എന്താണോ വേണ്ടത് അത് ഉള്ളിൽ ഭഗവാൻ വേണ്ടതുപോലെ നിറച്ചു കൊടുത്ത് അവരെ ശക്തരാക്കി, അവരെ ഈ പ്രവൃത്തിയിൽ തന്നെ സ്ഥിതി ചെയ്യിപ്പിച്ചു. ഭഗവാൻ വിഷ്ണുവാണ്, സ്ഥിതികർത്താവാണ്. അപ്പൊ ഭഗവാൻ സങ്കല്പിച്ച കാര്യത്തിലേക്ക് ഇവരെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരുന്നു. തദാസുരാൻ ആവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദീപയൻ ദേവഗണാംശ്ച വിഷ്ണു ദൈവേന നാഗേന്ദ്രമബോധരൂപഃ. ഇനി ഭഗവാൻ ഇനി എന്തൊക്കെ ചെയ്യണു തുടർന്ന് വർണ്ണിക്കുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ് ഇനി ശരിക്കും മദനം ചെയ്യാൻ പോകുന്നത്. ആ രംഗത്തിലേക്ക് നമുക്ക് വൈകുന്നേരം കിടക്കാം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കാണാം ഭഗവാന്റെ പാലാഴി മദനം. ഭഗവാൻ കടയുന്നത് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളില് ദേവാസുരന്മാരാണ് പാലാഴി മദനം ചെയ്തത് എന്ന് പിന്നെ നമ്മൾ ഒരിക്കലും പറയില്ല. ശരിക്കും പാലാഴി കടഞ്ഞത് ഭഗവാനാണ്. ആ കാഴ്ച നമുക്ക് ഭംഗിയായിട്ട് കാണാം. 5 മണിക്ക് കാണാം. അറിയോ? നാളെ രാവിലെ ഉണ്ടാവില്ല. നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് പുറത്ത്, ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നെന്മാറയിൽ. വൈകുന്നേരം നോക്കിയിട്ട് ചെയ്യാം. വൈകുന്നേരം കുറച്ച് സന്യാസിമാര്, സ്വാമിമാര്, ഗസ്റ്റുകളുണ്ട്. എപ്പോഴാ വരണം നോക്കിയിട്ട് ക്ലാസ് ചെയ്യാം നാളെ. ഇന്ന് വൈകിട്ട് ക്ലാസ്സും ഉണ്ട്. അതുകൊണ്ട് നാളത്തെ കാര്യം ഇന്ന് പറയാൻ പറ്റില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ വൈകിട്ട് 5 മണിക്ക് കാണാം. നാരായണ.